രാവിലത്തെ ഹിന്ദി സർവീസിന് നമ്മൾ കേട്ടത് നമ്മുടെ നഷ്ടപ്പെട്ടത് നമ്മളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതിനെയൊക്കെ ദൈവം തിരിച്ചു കൊണ്ടിരുന്ന. आज सुबह की हिंदी की आराधना हमने सुना कि हमसे जो नष्ट हुआ है, हमसे जो चुरा के लिए जो गया है, वो पूरा वापस लाने वाला है. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ ഇങ്ങനെ പറവാനടിയായി തീർന്നു. पिछले दिन कोई तो पासवान से इस प्रकार कहा. ഈ ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സ്പിരിച്വൽ അറ്റാക്ക് ആണെന്ന്. इन दिनों में मुझे बहुत आत्मिक लड़ाई हो അപ്പോൾ रही है. ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. तो पासवान ने उत्तर दिया, അങ്ങനെയല്ല, ऐसा नहीं. പണ്ട് സ്പിരിച്വൽ അറ്റാക്ക് നമുക്കെതിരെ ഉണ്ട്. कि पहले भी आत्मिक लड़ाई था, പക്ഷെ നമുക്ക് അറിയത്തില്ലായിരുന്നു. पर हमें पता नहीं था. ഇപ്പം ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു. अभी परमेश्वर हमारी आंखों को खोला. നമുക്ക് മനസ്സിലായി ആരാണ് ഈ അറ്റാക്ക് നടത്തുന്നത്. तो हमें पता चला कौन है जो अटैक कर रहा है. രാവിലത്തെ സർവീസ് ഞാൻ പറഞ്ഞു, നമ്മുടെ റഡാറിന്റെ അകത്ത് ശത്രുവിനെ നമ്മൾ പിടിച്ചു. आमेन, हालेलुया. जैसे सुबह कहा, हमारे रडार में हमने क्या शत्रु को पहचान लिया. പണ്ട് നമ്മുടെ റഡാറിന് ഒരു തെളിച്ചവും ഇല്ലായിരുന്നു. पहले जो हमारा रडार में एक सफाई नहीं കാണാൻ था, പറ്റത്തില്ലായിരുന്നു. वो कुछ देख नहीं ഇപ്പൊ सकता था. കർത്താവുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ, अब जब परमेश्वर से രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, उद्धार जब पाया, സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ, बपतिस्मा जब लिया, ദൈവത്തിന്റെ വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ, आमेन, हालेलुया. जब परमेश्वर के वचन को पढ़ा, റഡാറിന് ഭയങ്കര ക്ലാരിറ്റി. आमेन, रडार को बहुत ശത്രു ഏത് വഴി കൂടെ വന്നാലും റഡാറെ കയറി പിടിക്കും. शत्रु कोई भी रास्ता से आया रडार में पकड़ेगा. ചുറ്റും അറ്റാക്കാ കേട്ടോ. कि हमारे चारों बाजू से हमें अटैक कर रहे हैं. ചുറ്റും അറ്റാക്കാ. चारों बाजू से अटैक कर रहे हैं. वो पहले भी था. റഡാറിൽ പിടിക്കുന്നില്ലായിരുന്നു. पहले क्या रडार में पकड़ता नहीं ഇപ്പൊ था. റഡാറിൽ പിടിക്കുന്നുണ്ട്. अभी रडार में पकड़ रहा है. കണ്ടിട്ട് പേടിക്കല്ല വേണ്ടത്. वो देख के हमें डरना नहीं റഡാറിൽ है. പിടിച്ചാൽ ഉടനെ हमें अगर रडार ने पकड़ा तो കൗണ്ടർ അറ്റാക്ക് ചെയ്തോണം. तो काउंटर अटैक करना है. കണ്ടാൽ ഉടനെ जैसे हम देखेंगे ശത്രുവിന്റെ ആയുധങ്ങളെ നിരോധിച്ചോണം, ക്യാൻസൽ ചെയ്തോണം. जैसे हम देखते हैं शत्रु के जो हथियार है उसको हमें कैंसिल करना है. നിങ്ങൾക്കറിയാമോ, ഈ ലോകരാജ്യങ്ങളൊക്കെ അവരുടെ കടൽ തീരങ്ങളിൽ അവരുടെ രാജ്യാതിർത്തിയിലൊക്കെ റഡാർ ഫിറ്റ് ചെയ്യും. അതൊക്കെ ഇന്നത്തെ ഭയങ്കര ടെക്നോളജിയാണ്. आपको पता है हर देश क्या करते हैं, अपने समुद्र की सीमा में और अपने बाउंड्री में जो है रडार रखते हैं. നമുക്ക് അറിയത്തില്ല എവിടെയൊക്കെ റഡാർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. हमें पता नहीं चलते कहाँ कहाँ रडार रखा है. ആ സമയത്ത് നമ്മുടെ മീര റോഡിൽ തന്നെയുള്ള ഒരു സഹോദരൻ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നമ്മുടെ ഈ ബൈന്ദർ ഉത്തൻ ഗൊരായി ഭാഗത്ത് പുള്ളിക്ക് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, പുള്ളി വർക്ക് ചെയ്യുവാന്ന് പറഞ്ഞു. तो इन दिनों में एक भाई ने बोला कि उत्तन गोराई में उनको काम मिलो, काम कर रहे हैं. അദ്ദേഹം പറഞ്ഞു ഡിഫൻസിന്റെ വർക്കാണ് അത്. बोला डिफेंस का काम है वो. പിന്നെ അദ്ദേഹം പറഞ്ഞത് റഡാർ ഫിറ്റ് ചെയ്യുന്ന വർക്കാന്ന് പറഞ്ഞു. वो रडार फिट करने का काम है. നിങ്ങൾക്കറിയാം നമ്മുടെ ഉത്തനിലൊക്കെ കൊണ്ട് റഡാർ വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഗവൺമെന്റ് എക്യുപ്പൈഡ് ആണെന്ന്. നമുക്ക് ഉത്തനിൽ റഡാറോ? कि उत्तन में रडार रखा है. ബിൽഡിംഗ് പണിത് വെച്ചേക്കുന്നത്. हमें लगता है कोई बिल्डिंग बना के रखा है. രാജ്യം അതിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ അതിങ്ങനെ റഡാറൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുക. वो रडार फिट किया हुआ ഇന്നത്തെ प्रोटेक्ट करने കാലത്ത് के. റഡാർ എന്നൊക്കെ പറഞ്ഞാൽ എതിർ രാജ്യത്തിന്റെ എയർപോർട്ടിൽ നിന്ന് വിമാനം പൊങ്ങുമ്പോഴേ പിടിക്കും. और आजकल का जो रडार जो है कि शत्रु के वहां से जब हथियार आते तभी पकड़ते हैं. നമ്മുടെ പൈലറ്റിനോടാണ് ഞാൻ ചോദിച്ചത്. तभी पकड़ते हैं. അന്നേരമേ പിടിക്കും, तभी पकड़ते हैं. ഹല്ലേലൂയ. ഭയങ്കര സെൻസിറ്റീവാ, बहुत ही सेंसिटिव है. ശത്രു രാജ്യത്തിന്റെ വിമാനം മുങ്ങിയാൽ ഉടനെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? जैसे शत्रु का राज से जब विमान आते हैं तो क्या करते हैं? കൗണ്ടർ അറ്റാക്ക് ഉടനെ ആരംഭിക്കുക. तभी यहाँ से काउंटर अटैक ആ शुरू हो വിമാനത്തെ जाते हैं. സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി നടത്തുക. उसे रोकने का कार्य करता है. അതിനെതിരെ ഇവിടുത്തെ യുദ്ധവിമാനങ്ങൾ അന്നേരം പൊങ്ങുകയാ. तभी यहाँ से युद्ध का विमान चलता है. അതിനെതിരെ ഇവിടുത്തെ മിസൈൽസ് അന്നേരം തന്നെ പൊങ്ങുകയാ. तो यहाँ तभी मिसाइल शुरू हो जाता है. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഒക്കെ ടെക്നോളജിക്കകത്ത് അവര് ലേസർ ബീം വിട്ടെന്ത് ചെയ്യും, ശത്രുവിന്റെ വിമാനത്തെ തകർത്ത് കളയും. അവർക്ക് വിമാനം പോലും പൊക്കണ്ട, അവർക്ക് മിസൈൽ പോലും വിടണ്ട, ലേസർ അടിച്ചു പുള്ളി താഴെ കളയും. ഹല്ലേലൂയ. इसराइल में क्या है, वो लोग लेजर से शत्रु के जो विमानों को नीचे गिरा देते हैं. ഡോം डोम ഡോം എന്ന് പറഞ്ഞൊരു ടെക്നോളജി. ഹല്ലേലൂയ. डोम बोल के एक टेक्नोलॉजी. അവരുടെ ഡോമിന്റെ അകത്ത് ഏതെങ്കിലും ശത്രുക്കളിൽ അന്നേരമേ അവരെന്ത് ചെയ്യും, ലേസർ അയച്ച് തകർത്ത് കളയും. उनके डोम में अगर कोई भी शत्रु आते तो तभी वो लोग उसे नाश कर देते हैं. ദൈവമക്കളെ, നമുക്കെതിരെയൊക്കെ ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. हमारे विरुद्ध बहुत सारी ചുറ്റും चुनौती है. ശത്രു നിരന്നു നിൽക്കുകയാണ്. हमारे चारों बाजू शत्रु रुका हुआ നമ്മുടെ है. ആത്മിക ആയുധങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ लेकिन हम अपने आत्मिक हथियारों का उपयोग करेंगे, ശത്രുവിന്റെ എല്ലാ തീയമ്പുകളെയും തടയാൻ കഴിയും. शत्रु के हर एक अग्नि के जो बाणों को हम रोक सकते हैं. അങ്ങനെയല്ലേ വചനം പറയുന്നത്? वैसा वचन कहता है ശത്രുവിന്റെ തീയമ്പുകളെ कि शत्रु का जो തടുക്കാൻ എന്ത് ചെയ്യണമെന്നാ? आग के जो बाणों को रोकने क्या करना है? വിശ്വാസം എന്ന
അരിഞ്ഞ പിടിക്കുക അല്ലേ? അങ്ങനെയാണോ? ശത്രുവിന്റെ തീയമ്പുകൾ ഇങ്ങോട്ട് വരിക കേട്ടോ. कि शत्रु का जो बाण जो है आग से भरा हुआ प्रेम आता है. കേട്ടൊരു പാട്ടുണ്ട്, ശത്രു തന്നൂടെ തീയമ്പുകൾ മാറി പോലെന്മേൽ തൊടുത്തിടുമ്പോ, അങ്ങനല്ലേ? ശത്രു തന്നൂടെ തീയമ്പുകൾ മാറി പോലെന്മേൽ സർവായുധവർഗം ധരിച്ചിടുവാൻ ശക്തി നൽകിയിടണേ ആത്മനാഥ. മറന്നുപോയി ഞാൻ, പാട്ട് ചെറുപ്പത്തിൽ കേട്ടതാ. ശത്രുവിന്റെ തീയമ്പുകൾ മാറി പോലെ എന്റെ മേൽ പെയ്തിറങ്ങുകയാ. जब शत्रु के जो अग्नि के जो बाण है वो बहुत सारे जब मेरे ओर आता है. ആശ്വാസമേകണേ നായക ആശ്രിതർക്കാലംബ കർത്താവേ, ആശ്വാസമേകണേ നായക ആശ്രിതർക്കാലംബ കർത്താവേ, അലകടൽ മനസ്സിൽ യേശുവേ. കേട്ടോ? ഹല്ലേലൂയ. ശത്രുവിന്റെ തീയമ്പുകൾ മാരി പോലെ, മഴ പെയ്യുന്നത് പോലെ ശത്രുവിന്റെ തീയമ്പുകൾ പെയ്യുകയാ. बारिश के समान शत्रु के तीर जो है अग्नि से भरा हुआ तीर आ रहे हैं, പോലും കൊള്ളത്തില്ല കേട്ടോ. लेकिन एक भी नहीं छू पाएगा. आमीन. കൊടയങ്ങ് പിടിച്ചോണം, वो छतरी पकड़ लेना, ഒരു സുരക്ഷയ്ക്കകത്ത് നിന്നോണം. एक सुरक्षा के अंदर ഇവിടെ रुकना. സങ്കീർത്തനക്കാരൻ 118 സങ്കീർത്തനത്തിൽ പറഞ്ഞത്, भजन संहिता 118 में कहता है, ഹല്ലേലൂയ, എന്റെ ചുറ്റും ശത്രു സറൗണ്ട് ചെയ്തിരിക്കുക. मेरे जो चारों घेरों से शत्रु ने घेरा है, nations surround me. पूरे देशों ने मुझे घेरा But हुआ in है. the name of the Lord I cut them off. लेकिन परमेश्वर के नाम से मैं उन They सबको काट देता surround हूं. me on every side. उन्होंने सारे जगह से मुझे घेरा But है, in the name of the Lord I cut them off. लेकिन परमेश्वर के नाम से मैं उसे काट देता हूं. തേനീച്ച പോലെ അവരെന്നെ ചുറ്റി വളഞ്ഞു. एक मधुमक्खी के समान उन्होंने मुझे घेरा है, പക്ഷേ അവരെല്ലാം ഹല്ലേലൂയ മുൾപടർപ്പ് പോലെ വെന്തുപോയി. लेकिन वो सब एक बोलते ना जल गए हैं. പണ്ട് ശത്രു ചുറ്റും നിൽക്കുന്നത് നമുക്ക് കാണത്തില്ലായിരുന്നു. पहले के शत्रु चारों बाजू रुका हुआ दिखता नहीं തേനീച്ച था. പോലെ പ്രതികൂലം. अभी मधुमक्खी के समान हमारा समस्या തേനീച്ച है കൂട്ടം ഇളകി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? कि मधुमक्खी जब बाहर निकलती है ഒന്നും कैसे രണ്ടും आता അല്ല, है? ചുറ്റും മുഴുവൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. एक दो ने पूरा घेरा हुआ है. നമ്മൾ നോക്കുമ്പോൾ ചുറ്റും മുഴുവൻ പ്രതികൂലമാ. हम देखते चारों बाजू समस्या है. പ്രതികൂലം കണ്ട് പേടിക്കണ്ട. ये जो समस्या से डरना ഈ नहीं है. പ്രതികൂലം കാണാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം പറയണം. ये जो समस्या देखने के लिए जो परमेश्वर दिया, जो अनुग्रह के लिए तुझे धन्यवाद देना है. തീയമ്പുകൾ മഴ പോലെ പെയ്യുന്നത് കണ്ട് നീ പേടിക്കണ്ട. शत्रु के जो बाण जो बारिश के समान आते हैं उसे देख के तुझे डरना नहीं ഇത് है. കണ്ടുപിടിക്കാൻ ദൈവം നമ്മുടെ റഡാറിന് തന്ന പവറിനായി സ്തോത്രം പറയണം. इसे देखने के लिए परमेश्वर जो हमारा रडार में जो शक्ति दी उसके धन्यवाद പണ്ട് कहना है. നമുക്ക് അറിയത്തില്ലായിരുന്നു. पहले हमें पता नहीं था. ശത്രു എന്തു ചെയ്താലും നമ്മൾ സഹിക്കുമായിരുന്നു. शत्रु कुछ भी करे हम झेल लेता था. അറിയത്തില്ല ഇത് എവിടുന്നാ വരുന്നെന്ന്. हमें पता नहीं था कहां से आता है. കർത്താവ് തന്റെ കൃപയാൽ നിറച്ചു. आज परमेश्वर अपने अनुग्रह से भरा है പിശാചിന്റെ പദ്ധതികളെ വെളിപ്പെടുത്തി നൽകി. कि शैतान की योजनाओं को प्रकट करके दिया. ഹല്ലേലൂയ. അതുകൊണ്ട് അവയെല്ലാം മുൾപടർപ്പ് പോലെ കെട്ടുപോവുക, ചാമ്പലായി പോവുക. इसलिए क्या कि सब जो घासों के समान जल गए हैं. ഈ തേനീച്ചക്കൂട്ടം എത്ര ഇളകിയാലോ, कि जो मधुमक्खी कितना भी आ जाए, തീ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് പറ്റുമെന്നറിയോ? जब आग को देखते तो क्या होता है, ഇതെല്ലാം ചിറക് കത്തി താഴെ പോകും. ये सब जो है उसके पंख जल के नीचे गिरता है. തേനീച്ചയെ നശിപ്പിക്കുന്ന അങ്ങനെ തീ കൊണ്ടല്ലേ? कि मधुमक्खी को कैसे नाश करते हैं, आग से. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? വലിയ തേനീച്ചക്കൂട്ടത്തെ അതുപോലെ കത്തിച്ചു കളയുമായിരുന്നു അപകടകരമാകുന്ന സ്ഥലങ്ങളിലൊക്കെ അത് കൂടുവെക്കുമ്പോൾ. ഹല്ലേലൂയ. कि पहले ऐसा था कि जब मधुमक्खी जब घटना वाले जगहों पे जब अपना घोंसला बनाता था उसको जला देता था. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, यहाँ भजन संहिता कहता है നാല് പുറത്തും ശത്രുവാണ്, चारों बाजू शत्रु है, പക്ഷെ പേടിക്കണ്ട. लेकिन डरना नहीं. അതിനെ മുഴുവൻ ദൈവം മുൾപടർപ്പ് പോലെ കത്തിച്ച് ചാമ്പലാക്കി ഇല്ലായ്മ ചെയ്യും. उन सबको परमेश्वर जला के राख कर देगा. പ്രതികൂലമുണ്ടോ, ശത്രുവിന്റെ ആയുധങ്ങൾ നിങ്ങൾക്കെതിരെയുണ്ടോ, പേടിക്കണ്ട. कि समस्या है, शत्रु का हथियार तुम्हारे विरुद्ध, डरना नहीं. നമ്മൾ ഇന്ന് പാടിയ ആ അവസാനത്തെ രണ്ട് പാട്ടുകളുണ്ട്. हमने अंतिम में गाया वो दो गाया ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, डरना ഇമ്മാനുവേൽ नहीं. നിന്റെ കൂടെയുണ്ട് അല്ലേ? इम्मानुएल तेरे साथ है. ഹല്ലേലൂയ. തീച്ചുകൂള നിന്നെ എന്ത് ചെയ്യത്തില്ല, ദഹിപ്പിക്കത്തില്ല. സിംഹങ്ങളുടെ നടുവിൽ നിനക്ക് പേടിക്കണ്ട. कि अग्नि तुझे भस्म नहीं करेगा, शेर की गुफा में तुझे डरना नहीं है. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാ. मुझे बहुत पसंद है गाना. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആരാധനയൊക്കെ പാടുന്ന പാട്ടായതുകൊണ്ട് പിന്നെയും ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. काफी साल पहले हमारे आराधना में ये सब गाना गाते थे. എന്തുകൊണ്ടാ പേടിക്കേണ്ടാത്തത്?
क्यों डरना नहीं है? ഇമ്മാനുവേൽ കൂടെ ഉള്ളതുകൊണ്ട്. क्योंकि इम्मानुएल हमारे साथ है. അതാ आमीन. പേടിക്കേണ്ടാത്തതിന്റെ കാരണം അതാ. वो है नहीं डरने का कारण. ഈ സങ്കീർത്തനം അത് തുടങ്ങുമ്പോൾ പറയുന്നത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കേണ്ട, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കേണ്ട. ये जो बन संहिता शुरू होते है इस प्रकार कहते हैं कि प्रभुओं पे और इंसान के पुत्रों पे विश्वास भरोसा नहीं रखना. അവരാരെങ്കിലും കൂടെ ഉള്ളത് കൊണ്ട് പേടിക്കേണ്ടെന്ന് എന്താ പറഞ്ഞത്? ऐसा है क्या कि वो लोग कोई साथ में बोल के डरना नहीं है ഇന്നാരും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ, നമുക്ക് പേടിക്കണ്ട कि എന്നാണ്. ये और वो साथ में इसके लिए डरना नहीं അങ്ങനെ ഒരു है. മനുഷ്യനിലും ആശ്രയിക്കണ്ട. ऐसा कोई भी व्यक्ति पे आश्रय नहीं करना है. ദൈവം കൂടെയുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. आमीन आमीन. परमेश्वर साथ में इसके लिए डरना नहीं है. അബ്രഹാമിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, അവൻ കൂടെയുള്ളത് കൊണ്ട് പേടിക്കണ്ട. अब्राहम का परमेश्वर, इसहाक का परमेश्वर, याकूब का परमेश्वर साथ में इसके लिए डरना नहीं है. ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है നിങ്ങളോട് കൂടെ മാനുഷിക ഭുജമേ ഉള്ളൂ. तेरे साथ इंसान के हाथ है, ഞങ്ങളോട് കൂടെ മാനുഷിക ഭുജമല്ല, लेकिन हमारे साथ इंसान के हाथ नहीं है. തളരാത്തൊരു ഭുജം ഞങ്ങളോട് കൂടെയുണ്ട്. नहीं तकने वाला एक हाथ है, തളരാത്തൊരു ഭുജം, नहीं तकने वाला ഉയർന്നിരിക്കുന്ന ഒരു ഭുജം, एक उठा हुआ हाथ. അങ്ങനെ ഈ വചനം പറയുന്നത്. ऐसा वचन कहता है. സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞതെന്നറിയാമോ? वचन संहिता में क्या कहता है? ഹല്ലേലൂയ. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്. कि परमेश्वर के हाथ उठा हुआ है कहता है. 16ാമത്തെ വാക്യം പറയുന്നു, 16वां वचन कहता है, Lord's right hand is lifted high. परमेश्वर के हाथ ऊंचा उठा हुआ है, दाहिना हाथ. കരം ഉയർന്നിരിക്കുന്നു. परमेश्वर यहोवा का दाहिना हाथ महान हुआ है. കർത്താവ് കരം ഉയർത്തിയേക്കുന്നെന്ന്. कि आप यह सोच रहे हो परमेश्वर ने हाथ उठाया है, അല്ലേ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കൈ ഉയർത്തിയേക്കുക. कि मेरे और आपके लिए परमेश्वर ने हाथ उठाया है. അല്ല, കൈ ഉയർത്തി എന്ന് പറഞ്ഞാൽ എന്താ? हाथ उठाने का अर्थ क्या है? ഹെൽപ്പ് എന്ന് പറയാം, സപ്പോർട്ട് എന്ന് പറയാം, അല്ലേ? സെക്കൻഡ് ചെയ്യുക എന്ന് പറയാം. ഞാൻ ഉണ്ടടാ കൂടെ, കൈ എടുത്ത് കർത്താവിന്റെ കൈ आमीन आमीन आमीन. हालेलुया. हाथ उठा रहा है. आमीन. പേടിക്കണ്ട, റന്നി പേടിക്കണ്ട, ഞാൻ ഉണ്ടടാ. ഹല്ലേലൂയ. उसका अर्थ क्या है? मैं तुझे सपोर्ट करे, मैं तुझे मदद करूंगा, तू डर मत, मैं तेरे साथ है. ആരുടെയെങ്കിലും മനുഷ്യന്റെ ഉയർത്തിയ കരമല്ല, आमीन. किसी इंसान का उठा हुआ हाथ नहीं है. സങ്കീർത്തനക്കാരൻ കാണുന്നത് कि भजन संहिता में देख रहा है കർത്താവിന്റെ ഉയർത്തിയ കരമാണ്. कि परमेश्वर का उठा हुआ हाथ है. ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്ത് കാണുന്നു? आज आप क्या देख रहे हो? വേദോസത്തിൽ പലരോടും ദൈവം ചോദിച്ചിട്ടുണ്ട്, നീ എന്താ കാണുന്നത്? कि वचन में बहुत सारे लोगों से परमेश्वर ने पूछा, आप क्या देख रहे हैं? കാണുന്നത് പ്രതികൂലത്തെ മാത്രമാണ്. बहुत सारे लोग चुनौतियों को देखता है. പലരും കാണുന്നത് തേനീച്ച കൂട്ടത്തെയാണ്. बहुत सारे लोग मधुमक्खी के झुंड को देखता പലരും है. കാണുന്നത് അസ്ഥികളുടെ താഴ്വരയാണ്. बहुत सारे लोग देखते हैं सूखी हड्डी की तराइयों को. സങ്കീർത്തനക്കാരൻ കാണുന്നത് കർത്താവിന്റെ ഉയർത്തപ്പെട്ട കരത്തെയാ. लेकिन यहाँ भजन संहिता में ये देखते हैं परमेश्वर का उठा हुआ हाथ को देख रहे हैं. കർത്താവിന്റെ ബലമുള്ള കരം ഇന്ന് പകൽക്കാലം കാണുന്നുണ്ടെങ്കിൽ, अगर परमेश्वर का उठा हुआ हाथ यदि आप देख रहे हैं तो അടുത്ത വാക്യത്തിൽ പറയുക, अगले वचन में कहता है, ഹല്ലേലൂയ. അടുത്ത വാക്യം 17ാം വാക്യം. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ आमीन. ഞാൻ മരിക്കത്തില്ലെന്ന്, मैं मरूंगा नहीं, ഞാൻ ജീവനോടിരിക്കുന്നു, मैं जीवित रहूंगा, ഞാൻ യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നു. मैं परमेश्वर के काम को वर्णन എല്ലാവരും ആ വാക്യം करूंगा. ഒന്ന് പറഞ്ഞാട്ടെ. हर एक जो मुंह खोल के बोले, मरिकेइल्ला। मैं मरूंगा नहीं, ഞാൻ मुंह खोल के बोलो, ജീവനോടിരിക്കും. मैं जीवित ഞാൻ रहूंगा, യഹോവയുടെ പ്രവൃത്തിയെ मैं വർണ്ണിക്കും. परमेश्वर कामों का वर्णन करूंगा. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിന് അല്പം ഒരു എംഫസൈസ് തരികയാണ്. कि आज परमेश्वर की आत्मा इस वचन को और गहराई में कहता എനിക്ക് है. തോന്നുന്നു ചിലരോട് പരിശുദ്ധാത്മാവിന് ചിലർ പറയാറുണ്ടെന്ന്. मैं विश्वास करता हूं कुछ लोगों से पवित्र आत्मा को कुछ कहना ഞാൻ है. മരിക്കയില്ല, ഞാൻ ജീവനോടിരിക്കും, Amen, ഞാൻ amen, യഹോവയുടെ amen. പ്രവൃത്തിയെ വർണ്ണിക്കും. ഹല്ലേലൂയ. मैं मरूंगा नहीं, मैं जीवित रहूंगा, मैं परमेश्वर के कार्यों को वर्णन എന്തിനാ करूंगा. സങ്കീർത്തനക്കാരാ നീ ഇങ്ങനെ പറഞ്ഞത്? क्यों भजन संहिता में तो इस प्रकार कहा है? ഹല്ലേലൂയ. ചുറ്റും ശത്രുവാ കേട്ടോ. चारों बाजू शत्रु है, ചുറ്റും ശത്രു ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാ. चारों बाजू शत्रु ने घेरा हुआ है, തേനീച്ച കൂട്ടം പോലെ ശത്രു വളഞ്ഞു നിൽക്കുക. कि मधुमक्खी के समान घेरा हुआ ഈ है. ശത്രുവിന്റെ ശബ്ദം നീ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, यदि तू शत्रु के आवाज को सुनेगा, അവര് പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു अगर वो जो कह रहे वो सुनेगा तो അവര് പറയുന്നത് എന്താണെന്നറിയാമോ? वो क्या कह रहे पता है? നിന്നെ ഞാൻ ഇല്ലായ്മ ചെയ്യുമെന്ന്, मैं तुझे नाश करूंगा, നിന്നെ തകർത്ത് കളയുമെന്ന്, तुझे मैं नाश करूंगा, നിനക്കൊരു ഭാവിയില്ലെന്ന്, तुझे एक भविष्य नहीं है, നിന്റെ ശുശ്രൂഷ കഴിഞ്ഞെന്ന്. अब तेरी सेवकाई खत्म हुआ है. ഇത് ദൈവമല്ല പറഞ്ഞത്. ये परमेश्वर नहीं कहता. ദൈവം പറഞ്ഞാൽ परमेश्वर जब कहेगा, നമ്മൾ സന്തോഷത്തോട് പറയണം, കർത്താവ് ഞാൻ അങ്ങ് വരിക എന്ന് പറയണം. अमेन आधारबा. अगर परमेश्वर कहते हैं तो बोले आनंद के साथ बोले परमेश्वर പക്ഷേ में आ रहा ദൈവം हूं. എന്താ പറഞ്ഞത്? लेकिन परमेश्वर ने क्या നീ कहा? മരിക്കയില്ലെന്നാ പറഞ്ഞത്. तू मरेगा नहीं. आमीन. ശത്രു പറഞ്ഞത് എന്താ? शत्रु ने क्या कहा? ഹല്ലേലൂയ. നീ ഇല്ലാതായി പോകുമെന്ന്. तू नाश हो जाएगा, ഇല്ലാതായി പോകും. तू नाश हो जाएगा. ശത്രുവിന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ, अगर शत्रु की आवाज को सुन के अगर कोई भी भयभीत होता है, പകൽക്കാലം ആ ഭയത്തെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് വെളിയിൽ കളയണം. आज के दिन उस भय को हृदय से बाहर निकाल. ഞാൻ പറഞ്ഞില്ല, ഇന്ന്
പാടിയത് ഭയപ്പെടേണ്ടെന്നാ പാടിയതല്ലേ? आज जो गीत गाया कि डरो मत, ഭയപ്പെടണ്ട, भयभीत ना हो, ഹല്ലേലൂയ എന്ന് നമ്മൾ പാടി. ऐसा हमने गाया. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടണ്ട. परमेश्वर साथ है तो ഈ भयभीत नहीं होना है. സങ്കീർത്തനക്കാരനും അത് തന്നെയാ പറയുന്നത് കേട്ടോ. ये भजन संहिता में भी यही कहता है. സങ്കീർത്തനക്കാരൻ ചോദിച്ചു, भजन संहिता में कहता है ഹല്ലേലൂയ, ദൈവം എന്നോട് കൂടെയുണ്ട്, परमेश्वर मेरे साथ the है, Lord is with me. परमेश्वर मेरे साथ है. 6-7 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. 6-7 വാക്യങ്ങൾ. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കില്ല. എല്ലാരും പറഞ്ഞാട്ടെ. हर एक जन बोले The Lord is with me. यहोवा मेरे और है, യഹോവ എന്റെ പക്ഷത്തുണ്ട്. यहोवा मेरे साथ है. I shall hallelujah not fear. मैं डरूंगा नहीं. मुंह खोल के बोलो, मैं डरूंगा नहीं, I will not fear. मैं डरूंगा नहीं. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ ഭാഷ അങ്ങനെയൊക്കെയാ കേട്ടോ. वचन का भाषा इस प्रकार है. ഹല്ലേലൂയ. വേദപുസ്തകത്തിന് ഒരു വേദപുസ്തക ഭാഷയുണ്ട്. वचन का एक भाषा है. ഇപ്പോൾ ഐ വിൽ നോട്ട് ഫിയർ, അത് വേണമെങ്കിൽ നമുക്ക് thou shall not fear എന്നൊക്കെ പറയാം അല്ലേ? thou shall not, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു വേദപുസ്തക ലാംഗ്വേജ് ആണ്. ഈ കൽപ്പനകളൊക്കെ അങ്ങനെയല്ലേ? thou shall not അല്ലേ? thou shall not അങ്ങനെയല്ലേ കൽപ്പന? तो shall not. ഹല്ലേലൂയ. വേദപുസ്തകത്തോട് അടുപ്പമുള്ളവർക്ക് അങ്ങനെ കേൾക്കുമ്പോഴേ ഒരു സുഖം. कि जो वचन से जो खास है उनको उस प्रकार सुनना अच्छा लगता है. ഐ വിൽ നോട്ട് ഫിയർ എന്ന് പറയുന്നതിലും അല്ലേ? ഹല്ലേലൂയ. കുറെ ഷാലൊക്കെ ചേർത്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു വേദപുസ്തക ആത്മിക ഭാഷയുടെ സന്തോഷം കിട്ടും. आमीन, हालेलुया. मैं ഹല്ലേലൂയ. I shall. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിൽ നിന്ന് എങ്ങനെയാ പറയേണ്ടത്? പോട്ടെ. ഈ അമേരിക്കയിലെ ഒരു ചർച്ചിന്റെ വെളിയില്, कि अमेरिका में कलीसिया के बाहर ചർച്ചയുടെ അതോറിറ്റി ഒരു ബോർഡ് വെച്ചു ഒരു സ്ഥലത്ത്, चर्च अथॉरिटी ने एक बोर्ड നോ रखा था, പാർക്കിംഗ് എന്ന് പറഞ്ഞ്. नो पार्किंग. എന്നാൽ അവിടെ ആരണ്ടൊക്കെ വന്ന് പാർക്ക് ചെയ്തു. फिर भी वहाँ कोई ना कोई आके पार्किंग करता था. എന്ത് പറഞ്ഞിട്ടും ആളുകൾ കേൾക്കുന്നില്ല, അവിടെ തന്നെ പാർക്ക് ചെയ്യും. कुछ भी बोले लोग सुनता नहीं, तो वहाँ पार्किंग करता ഒരു था. ദിവസം പാസ്റ്റർ എന്നിട്ട് ഈ ബോർഡ് അങ്ങ് മാറ്റി. एक दिन पास्टर ने बोर्ड हटा दिया പാസ്റ്റർ എഴുതി thou shall not park. और बोला दो शाल नॉट पार्क. പിന്നെ പിന്നെ ആരും അവിടെ പാർക്ക് ചെയ്തില്ല. फिर वहाँ कोई पार्क नहीं करता. ആത്മിക ഭാഷയെ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായെന്ന്. आत्मिक भाषा में जब कहा तो पता चला. ആത്മിക ഭാഷയിൽ പറയാ, मैं आत्मिक भाषा में thou shall not fear. हमें डरना नहीं है. Oh, hallelujah. Amen. Yes. കർത്താവ് കൂടെ ഉണ്ടെന്ന്. I mean मैं नहीं, हम परमेश्वर യേശു साथ കൂടെ है. ഉണ്ടെന്ന്. परमेश्वर साथ है. യേശു കൂടെ ഉണ്ടെങ്കിൽ अगर परमेश्वर साथ है तो എനിക്കിനി ഭയമില്ല കേട്ടോ. हमें भय नहीं है. ഇനി ഭയമില്ല കേട്ടോ. हमें भय नहीं है. എല്ലാ ഭയവും ഇന്ന് ഹൃദയത്തിൽ നിന്ന് എടുത്ത് മാറ്റി. आप राधा सारे भय को आज हृदय से बाहर निकालो. आप किससे डर रहा है? പലർക്കും പലതിനെയാ ഭയം കേട്ടോ. बहुत सारे लोगों को बहुत सारे ചിലർക്ക് चीजों से डर है. മനുഷ്യനെയാ ഭയം, कुछ लोगों को इंसान से डर ചിലർക്ക് है, പിശാചിനെയാ ഭയം, कुछ लोगों को शैतान से डर ചിലർക്ക് है, ഭാവി നശിക്കുന്ന कुछ ഭയം, लोगों को भविष्य नाश का ചിലർക്ക് डर है, രോഗം വരുന്ന ഭയം. कुछ लोगों को बीमारी से ലോകത്തെ डर. പേടിക്കണ്ട, ഭാവി നശിക്കുന്ന പേടിക്കണ്ട. बीमारी से डरना नहीं, भविष्य नाश होगा വചനം डरना नहीं പറയാ, है. ഇവിടെ വചനം പറയുക, यह वचन कहता है യഹോവ പക്ഷത്ത് എന്റെ പക്ഷത്തുണ്ട്, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ कि കഴിയും? परमेश्वर मेरे साथ है, इंसान क्या कर सकता है? അതുകൊണ്ട് എനിക്ക് ഒരു ഭയവുമില്ല. इसलिए मुझे कोई डर नहीं है. നമ്മൾ പാട്ട് പാടിയതും പേടിക്കണ്ടെന്ന്. हमने गीत भी गाया, डरना नहीं है. നിങ്ങളോട് എല്ലാവരും പറയാ പേടിക്കണ്ടെന്ന്. पवित्र आत्मा हम सबसे कहते हैं डरना മനുഷ്യനെ नहीं है. ഏറ്റവും കൂടുതൽ പേടിക്കുന്ന എന്തിനാണെന്നറിയാമോ? इंसान सबसे ज्यादा किससे डरते हैं? മരണത്തെയാ പേടിക്കുന്നത്. मृत्यु को. മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന മരണത്തെയാ. इंसान सबसे ज्यादा डरता है मृत्यु को. ഹല്ലേലൂയ. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദേവദാസനുമായി സംസാരിച്ചപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, कि पिछले दिनों एक परमेश्वर के दास से बात किया तो उन्होंने इस प्रकार कहा, മരിക്കുന്നതിന് മുമ്പ് കർത്താവ് ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. कि मरने से पहले परमेश्वर आ जाए. എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, क्या है पूछा तो മരിക്കാൻ कहा പേടിയാന്ന് പറഞ്ഞു. मरने से डर है. ഹല്ലേലൂയ. കർത്താവ് വന്നു കഴിഞ്ഞാൽ മരിക്കാതെ അങ്ങ് പോകാമല്ലോ. अगर परमेश्वर आ जाए तो बिना मरे जा മരണം सकते हैं. എല്ലാവർക്കും ഭയമാ പ്രിയമുള്ളവര്. मृत्यु बहुत सारे लोगों को डर है. മരിക്കാൻ പ്രായമൊന്നുമില്ല കേട്ടോ. मरने का कोई उम्र नहीं है. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ മരിക്കുന്നു, छोटे बच्चे भी मरते हैं, പ്രായമുള്ളവർ മരിക്കുന്നു, बुजुर्ग भी मरते हैं, ചെറുപ്പക്കാർ മരിക്കുന്നു. नौजवान मरते हैं. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മരിക്കാൻ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. मरने का कोई उम्र नहीं होता. മരണത്തെ സംബന്ധിച്ച് ഇത്രമാത്രം കാര്യം നാം ചിന്തിച്ചാൽ മതി. कि मृत्यु के बारे में सिर्फ इतना ही सोचना है. ദൈവം തന്ന ആയുസ് आमेन, മുഴുവൻ आमेन, മരിക്കുക. आमेन, हालेलुया. परमेश्वर ने जो दिया आयु पूरा जी के मरना. ദൈവം आमेन. തന്ന ഒരു ആയുസുണ്ട്, അത് കംപ്ലീറ്റ് ആക്കുക, आमेन. മരിക്കുക. हमें परमेश्वर ने आयु दिया है, उम्र दिया है, वो हमें पूरा करके मरना है. അതെത്രയാണ്? वो कितना അത് है? തമ്പുരാൻ അവന്റെ രഹസ്യമായിട്ട് വെച്ചിരിക്കും. वो परमेश्वर ने अपने गुप्त में रखा है. ചിലരോട് തമ്പുരാൻ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. कुछ लोगों को परमेश्वर प्रकट करके भी दिया है. ചിലരോട് Yes. വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. आमेन, हालेलुया. ദാവീദിനോട് കർത്താവ് പറഞ്ഞു, दावीद से परमेश्वर നീ ने कहा, വരുവാനുള്ള തലമുറയോട് എന്റെ നന്മയെ കുറിച്ച് പറയുന്നു പറഞ്ഞു. तू आने वाली पीढ़ी से मेरे भलाई के बारे में അപ്പൊ कहेगा. ദാവീദിന് യുദ്ധം പേടിക്കണോ? तो दावीद को युद्ध ദാവീദിന് करना है വാൾ क्या? പേടിക്കണോ?
दावीद को तलवार से വാൾ डरना है വരുമ്പോ क्या? ദാവീദ് പറഞ്ഞാൽ മതി, जब तलवार आएगा तो कहेगा എനിക്കൊരു വാഗ്ദത്തം ഉണ്ട്. आमीन आमीन, मुझे एक वादा है, എന്റെ കൊച്ചുമക്കളോട് സുവിശേഷം പറഞ്ഞിട്ട് ഞാൻ മരിക്കത്തുള്ളൂ. मैं मेरे पोतों को तो सुख समाचार बता के मरूंगा. അങ്ങനെ വാഗ്ദത്തം മുറുകെ പിടിച്ചിരിക്കുമ്പോഴാ ऐसे जब वादों को पकड़ा हुआ ശത്രു വന്നിട്ട് പറയുന്നത്, शत्रु आके कहता നീ है തീർന്നു, तू खत्म നീ हुआ, അവസാനിച്ചു. तू तेरा अंत हुआ. അപ്പൊ ദാവീദ് പറയുന്ന സാക്ഷ്യമാണ്, तो दावीद जो कहता है ഞാൻ गवाही है, മരിക്കുകയില്ല, मैं मरूंगा नहीं, ഞാൻ ജീവനോടെ ഇരിക്കും, मैं जीवित रहूंगा, ഞാൻ യഹോവയുടെ മഹത്വം വർണ്ണിക്കും. मैं परमेश्वर की महिमा को प्रकट करूंगा. വാഗ്ദത്തമുണ്ടോ? यदि वादा है, പത്രോസ് എന്താ കാരാഗൃഹത്തിൽ കിടന്ന് ഉറങ്ങുന്നത്? पत्रोस क्यों बंदी गृह में सो रहा है? आमीन. പത്രോസിന്റെ കൂടെ അറസ്റ്റ് ചെയ്ത യാക്കോബിനെ ശിരച്ഛേദം ചെയ്തു. कि पत्रोस के साथ जो अरेस्ट किया याकूब को सिर को काट കഴിഞ്ഞ दिया. ദിവസം ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാ. कि फ्राइडे में प्रार्थना में കൂടെ explain किया അറസ്റ്റ് ചെയ്തവനെ, അതേ ജയിലിൽ കിടന്നവനെ ശിരച്ഛേദം ചെയ്തു. कि उसके साथ जो अरेस्ट किया वही जेल में उसके सिर को काट दिया. പത്രോസ് പറഞ്ഞില്ല, അയ്യോ എന്റെ അവസ്ഥ ഏതാന്ന് പറഞ്ഞില്ല. पत्रोस ने नहीं बोला मेरी भी अवस्था ऐसा होगा. പത്രോസ് ഓർത്തു. पत्रोस ने याद किया. യാക്കോബിനോട് കർത്താവ് എന്താ പറഞ്ഞത്? याकूब से क्या कहा? യാക്കോബിന്റെ അമ്മയും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും കൂടെ യേശുവിനെ കാണാൻ വന്നു. याकूब, उसकी माँ और उसकी बहन भाई യോഹന്നാൻ साथ में യാക്കോബിന്റെ आया. അമ്മയും ഹല്ലേലൂയ സഹോദരനും കൂടെ യേശുവിന്റെ അടുക്കൽ യാക്കോബിന്റെ അമ്മ ഒരു റെക്കമെൻഡേഷൻ കൊണ്ടാ വന്നത്. याकूब के माँ एक रिकमेंडेशन के साथ आया. യേശുവിന്റെ അടുക്കൽ റെക്കമെൻഡേഷൻ കൊണ്ട് ചെല്ലുന്നത് സൂക്ഷിച്ചു വേണം. यीशु के बाद जो रिकमेंडेशन के साथ ज्यादा संभाल के जाना പണ്ട് है. യേശുവിന്റെ സ്വന്തം അമ്മ മറിയം ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുപോയി. कि पहले यीशु का खुद की जो माँ है मरियम ने കേട്ട പാതി കേട്ടാത്ത പാതി യേശു ചോദിച്ചു, സ്ത്രീയെ എനിക്കും നിനക്ക് തമ്മിൽ എന്താന്ന് ചോദിച്ചു. कि सुनते उसने पूछा स्त्री तेरे और मेरे बीच में क्या ആ रिश्ता है? ഭാഷയുടെ ഗൗരവം ഒന്ന് ചിന്തിക്കണേ. उस भाषा का गौरव जब എനിക്കും देखो, നിനക്കും തമ്മിൽ, നീ ഇപ്പൊ അമ്മയുള്ള ബേസിലാ എന്റെ അടുത്ത് റെക്കമെൻഡേഷൻ കൊണ്ടുവന്നത്. तू माँ है बोल के मेरे पास आया, അതിവിടെ ചെലവാകത്തില്ല. वो यहाँ नहीं चलेगा. आमीन. ഹല്ലേലൂയ. എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. मेरा समय अभी तक नहीं आया है. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ അടുക്കൽ പലരും അങ്ങനെ റെക്കമെൻഡേഷൻ കൊണ്ടുപോയിട്ട്, यीशु के पास बहुत सारे लोग सिफारिश लेके गए. യഹൂദന്മാർ യേശുവിന്റെ അടുക്കൽ റെക്കമെൻഡേഷൻ കൊണ്ടുപോയി. यहूदी लोग सिफारिश लेके गए. ഈ ശതാധിപന് വേണ്ടി, അവൻ നല്ല മനുഷ്യനാ, പള്ളി പണിയിച്ചോൻ, അവന് വല്ലതും ചെയ്തു കൊടുക്കണം. वो जो ये अच्छा बंदा है, अपने लिए एक वो मंदिर बना सूबेदार, के दिया। वो सूबेदार के लिए कहते हैं बहुत अच्छा बंदा, इन्होंने कलीशा बनाने में काम किया. ഹല്ലേലൂയ. എന്തായാലും ഒന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ. बोल कुछ तो करके देना. ഈ യഹൂദന്മാര് സത്യത്തിൽ യേശുവുമായിട്ട് ഒരു കൂട്ടുമുള്ളവരല്ല. ये यहूदी यीशु के साथ कोई रिश्ता नहीं है. യേശുവുമായിട്ട് എതിരാണ്, യേശുവിന്റെ ശുശ്രൂഷയ്ക്കെതിരാണ്. यीशु का सेवकाई के विरुद्ध है. സത്യമല്ലേ? യഹൂദന്മാരെ യേശുവിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നു. ഇവനെ മസിയായിട്ടൊന്നും സ്വീകരിച്ചിട്ടില്ല, ഇവനൊരു പ്രവാചകനായിട്ട് പോലും സ്വീകരിച്ചിട്ടില്ല. यहूदी लोग इसको ना मसीहा समझते थे ना कोई याजक समझते അതേ थे. യഹൂദന്മാർ ഇപ്പൊ യേശുവിന്റെ അടുക്ക റെക്കമെൻഡേഷൻ കൊണ്ടുവന്നേക്കുക. अभी वो यहूदी यीशु के पास सिफारिश लेके आया है. ഒരു യവന ഗവൺമെന്റ് ഒഫീഷ്യലിന് വേണ്ടി, एक सरकारी कर्मचारी के लिए. എന്തായിരിക്കും മനസ്സിലെ ഉദ്ദേശം എന്നറിയാം? उसका मन का इच्छा क्या है? ഒരു സൗഖ്യം യേശുവിന്റെ വകുപ്പിൽ ഉണ്ടായാലും അത് വെച്ച് ഒരു പള്ളി കൂടെ പണിക്കാൻ ഇവന്റെ അടുത്ത് കാശ് മേടിക്കാം. बोला अगर यीशु के द्वारा एक चंगाई होगा तो और एक मंदिर बनाने का पैसे इससे അതായിരിക്കും लेंगे. അവരുടെ മനസ്സിലെ ആഗ്രഹം. वो था उनका इच्छा. റെക്കമെൻഡേഷൻ കൊണ്ട് വരുന്നവർക്കൊക്കെ അവരുടേതാകുന്ന ആഗ്രഹമുണ്ട്. जो भी सिफारिश लेके आते हैं उन सबका अपना अपना एक इच्छा रहता है. പക്ഷെ യേശു അവനെ വിടുവിച്ചത് ഈ റെക്കമെൻഡേഷൻ കൊണ്ടല്ല. लेकिन यीशु ने उसे इसके लिए नहीं छुड़ाया कि उसका ആ सिफारिश है. ശതാധിപനോട് രണ്ട് സെന്റൻസ് പറഞ്ഞപ്പോ, जब उस सूबेदार से दो बातें कहा, ഓക്കെ ഞാൻ നിന്റെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞപ്പോ, बोला मैं तेरे घर पे आ रहा ഞാൻ പറഞ്ഞു വീട്ടിൽ വരണ്ട, हूँ. बोला मेरे घर पे मत आ. അതിന് ഞാൻ യോഗ്യനല്ല. उसका मैं योग्य നീ नहीं ഒരു है. വാക്ക് കൽപ്പിച്ചാൽ तू एक बात कह दे, ദാസന് സൗഖ്യമാ. मेरे दास को चंगाई യേശു होगा. തിരിഞ്ഞു നിന്നിട്ട് यीशु ने मुड़ ഈ के കൊണ്ടുവന്ന യഹൂദന്മാരെ നോക്കിട്ട് പറഞ്ഞു, ये यहूदियों को देख के बोला നിങ്ങളെക്കാട്ടിൽ ഇവന് വിശ്വാസമുണ്ട് കേട്ടോ. इससे भी तुमसे भी ज्यादा इसे വിടുവിച്ചത് विश्वास है. റെക്കമെൻഡേഷൻ അല്ല, जो छुड़ाया रिकमेंडेशन नहीं. വിടുവിച്ചത് അവന്റെ വിശ്വാസത്തിന്റെ ആഴമാ. आमीन. जो छुड़ाया है कोई सिफारिश नहीं, उसका आना विश्वास प्रिय की गहराई है. വിടുവിച്ചത് വിശ്വാസമാണോ? എന്നിട്ട് ഇവരെ നോക്കിയിട്ട് യേശു കർത്താവ് പറഞ്ഞു, और इनको देख यीशु ने कहा, ഹല്ലേലൂയ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും പലര് വന്ന് എന്നോട് കൂടെ പന്തിയിലിരിക്കുന്ന രാജ്യത്തിന്റെ പുത്രന്മാരെ, ഈ റെക്കമെൻഡേഷൻ കൊണ്ടുവന്ന പാർട്ടികളെ എന്ത് ചെയ്യുന്ന പുറത്താക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. बोले अलग अलग जहां से लोग आके मेरे साथ मेज पे बैठेंगे और जो रिकमेंडेशन जो सिफारिश के साथ आए उनको बोलते तुम बाहर रहोगे. ഇവിടെ യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ മറിയം ഒരു റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു. याकूब और യോഹന്നാൻ की मां एक सिफारिश के साथ आया. ഒരുവനെ നിന്റെ ഇടത്തും ഒരുവനെ നിന്റെ വലത്തും ഇരുത്തണം. एक को तेरे ढाई और एक को तेरे भाई बिठाना. അപ്പൊ പെട്ടെന്ന് യേശു കർത്താവ്
കർത്താവ് ഒരു ചോദ്യം പറഞ്ഞു, ഒരു तो ചോദ്യം ചോദിച്ചു. यीशु ने एक सवाल पूछा, എന്റെ കൂടെ ആരെ ഇരിക്കണം എന്നുള്ളത് എന്റെ തീരുമാനമല്ല, मेरे साथ कौन बैठेगा मेरा निर्णय नहीं അത് है, പിതാവ് ചിലർക്കൊക്കെ വെച്ചിട്ടുണ്ട്. वो पिता ने कुछ लोगों के लिए रखा है, അവർക്കത് കിട്ടും. वो उन्हें मिलेगा. പക്ഷെ നിങ്ങൾക്ക് എന്റെ പാനപാത്രം കുടിക്കാൻ പറ്റുമോ? लेकिन अगर आप मेरे कटोरा पी सकते हो, യാക്കോബ് ചാടിക്കറി പറഞ്ഞു, ഞാൻ കുടിക്കാന്ന് പറഞ്ഞു. तो याकूब बोलते मैं पीऊंगा. അവൻ കുടിച്ചു. उसने पिया. എങ്ങനെ കുടിച്ചത്? कैसे पिया? രക്തസാക്ഷിത്വം. वो कि എന്റെ പാനപാത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? शहीद हुआ. എന്റെ പാനപാത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? मेरा कटोरा का अर्थ क्या है? ഹല്ലേലൂയ. യേശു മരിക്കാൻ പോകുക കേട്ടോ. കപ്പ് ഓഫ് സഫറിംഗ്. यीशु मरने के लिए जाता. Can you drink my cup of suffering എന്ന് യേശു ചോദിച്ചു. यीशु पूछते क्या तू मेरा पीड़ा का? യാക്കോബ് ശിരസ വഹിച്ചു പറഞ്ഞു, ഞാൻ കുടിക്കാന്ന് പറഞ്ഞു. तो याकूब ने बोला मैं पी सकता हूँ. കർത്താവ് പറഞ്ഞു, ഓക്കേ മോനെ, നിനക്ക് ഞാൻ ചാൻസ് തരാം. तो परमेश्वर ने बोला मैं तुझे मौका दूंगा. അപ്പോസ്തലന്മാരിൽ ആദ്യം ആ കപ്പ് കുടിക്കുന്നത് നീയാ. कि अब प्रेरित में सबसे पहले वो जो कटोरा पीता तू है. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരിൽ ഫസ്റ്റ് ചാൻസ് ആർക്ക് കിട്ടി? कि प्रेरितों में पहला मौका किसको मिला? യാക്കോബിന് കിട്ടി. याकूब को मिला. ഏത് കപ്പ്? രക്തസാക്ഷ്യത്തിന്റെ കപ്പ്. कि कौन सा शहीद का जो യാക്കോബിന്റെ ശിരസറ്റപ്പോൾ तो जब याकूब का गर्दन काटा, പത്രോസ് പറയുക, वही जेल में जो पत्रोस ने कहा, എനിക്കറിയാം അവനെ കുറിച്ചുള്ള വാഗ്ദത്തം. मुझे पता उसके लिए क्या वादा था. പാനപാത്രം കുടിക്കണമെന്ന് പണ്ട് പറഞ്ഞതാ. उसने बोला मुझे कटोरा पीना है करके, അവൻ പാനപാത്രം കുടിച്ചു. इसलिए उसने कटोरा पिया. ജയിലിൽ കിടന്ന് പറയാം, അവൻ ഭാഗ്യവാനാ കേട്ടോ. वो भाग्यशाली है. അവൻ അവന്റെ ജീവിതത്തെ കൊണ്ട് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവന്റെ വിശ്വാസം അവൻ തെളിയിച്ചു. उसने अपना जीवन को समर्पण करके उसका विश्वास को उसने साबित किया. കുറിച്ചൊരു വാഗ്ദത്തമുണ്ട്. लेकिन मेरे बारे में एक वादा है. വാഗ്ദത്തം मेरे बारे में वादा क्या है? ശ്രദ്ധിച്ചോണേ. आप ध्यान देना. മൂന്നുപേരുടെ കാര്യം പറഞ്ഞു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അല്ലേ? कि पत्रोस, ഈ याकूब और यूहन्ना, മൂന്നുപേരുടെ മരണവിധത്തെ കുറിച്ച് യേശു പറഞ്ഞ വാഗ്ദത്തമാണ് ഞാൻ പറയുന്നത്. ये तीनों का मृत्यु के बारे में परमेश्वर ने कहा वादा के बारे में. യാക്കോബിന്റെ വാഗ്ദത്തം എന്താ? याकूब का वादा क्या था? കുടിക്കാൻ പോടാ പാനപാത്രം. बोला कि क्या तू पिएगा യാക്കോബ് कटोरे को? ഓക്കേ, ഐ ആം റെഡി. याकूब ने मैं पीऊंगा. ഒന്നാമത്തെ ചാൻസ് നിനക്ക്. पहला मौका उसे. പത്രോസിനെ കുറിച്ചൊരു വാഗ്ദത്തം പറഞ്ഞു. पत्रोस के बारे में एक वादा എന്താ कहा. വാഗ്ദത്തം എന്നറിയാമോ? क्या था वादा? നിവൃദ്ധനായ ശേഷം तू बुजुर्ग होने के बाद ആര മറ്റു വല്ലവരും കെട്ടി तेरे कमर दूसरा कोई बांध के നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. जहाँ तू पसंद नहीं करते वहां तुझे നീ ले ഇപ്പോ എവിടെ जाएगा. കിടക്കുന്നത്? तू अभी कहाँ पे है? ജെറുസലേമിലാ. जेरूसलम में है. സ്തെഫാനോസ് നിമിത്തമുള്ള ഉപദ്രവം ഉണ്ടായിട്ട് പോലും ഈ പട്ടണം വിട്ടുപോയവനല്ലാന്നോ? स्टेफानोस से जो पीड़ा हुआ उसके बावजूद वो शहर छोड़ के नहीं गया. ചിതറിപ്പോയിട്ട് പത്രോസ് ജെറുസലേമിൽ തന്നെ ഇരുന്നു. बाकी सब लोग तितर पितर हुआ लेकिन फिर भी पत्रोस उधर ही रहा. പട്ടണം പുള്ളിക്ക് അല്പം ഇഷ്ടമുള്ള പട്ടണമാണ്. तो ये जो शहर उसको ഈ पसंद वाला शहर പട്ടണം है. ജെറുസലേം സഭയുള്ള പട്ടണമാണ്. ये जहाँ जेरूसलम के मंदिर है वो Peter did not want to leave that city. और पत्रोस को जगह छोड़ना नहीं था. കർത്താവ് പറഞ്ഞ വാഗ്ദത്തം കൊടുത്തു. परमेश्वर ने बोला वादा ഞാൻ याद किया. മരിക്കുന്നത് ഇവിടെയല്ല. मैं जो मरना यहाँ नहीं യേശു है. പറഞ്ഞിട്ടുണ്ട്, യേശു നിനക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവിടെ നിന്നെ കൊണ്ടുപോകുമെന്ന്. जहाँ तुझे पसंद नहीं है वहाँ तुझे ले അപ്പോൾ जाएगा. വെളിപ്പാടുണ്ട് മരിക്കുന്ന പട്ടണം എവിടെയാണെന്ന്. तो उसको प्रकाश करने को मरने वाला शहर कौन सा അതുകൊണ്ട് है? ധൈര്യത്തോടെ വീട്ടിൽ പറയാൻ പറ്റും, तो धैर्य के साथ पत्रोस ഇവിടെ कह ഞാൻ सकते हैं, മരിക്കത്തില്ല. यहाँ मैं मरूंगा ചിലർ नहीं. പറഞ്ഞാട്ട് ഞാൻ മരിക്കുകയില്ല. आमीन आमीन. मुंह खोल के बोला मैं मरूंगा नहीं. ദൈവിക പദ്ധതിയിൽ എഴുതിയിട്ടുള്ളത് कि मेरे बारे में वो नहीं, परमेश्वर की योजना में സ്വർഗ്ഗത്തിന്റെ പ്ലാൻ ഇതല്ല. मेरे बारे में स्वर्ग का पद्धति ये नहीं है. ഹേരോദാവിന്റെ വാളല്ല എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. हेरोदा का जो तलवार नहीं मैंने बनाया हुआ. മരിക്കുന്നുള്ളത് ഉറപ്പാ. मैं मरूंगा वो सच है. ഞാൻ മരിക്കുന്നു ഉറപ്പാ. मैं मरूंगा वो सच है. ഹല്ലേലൂയ. Thank you Jesus. രണ്ടാമത് दूसरा ഒരു വാഗ്ദത്തം. वक्त എന്താണെന്നറിയോ? क्या है? നിവൃദ്ധനായ ശേഷം तू बुजुर्ग होने के बाद. പത്രോസ് ഏജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. पत्रोस ने अपने उम्र को देखा. അത്ര പ്രായമായില്ല കേട്ടോ. मतलब उतना उम्र नहीं हुआ है. ഇപ്പോഴും തൈക്കളവനാ. തൈക്കളവൻ, സാൾട്ട് ആൻഡ് പെപ്പർ എന്നെ പോലെ. अभी क्या है कि बोलते ना कि ज्यादा उम्र नहीं हुआ है. ഇപ്പോഴും തൈക്കളവനാ. अभी भी ज्यादा उम्र नहीं हुआ है. അയ്യോ, ഞാൻ തൈക്കളവനാന്ന് പറഞ്ഞ് ആരും പടങ്ങല്ലേ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. परमेश्वर धन्यवाद. പത്രോസ് ഇപ്പോഴും മരിക്കാൻ പ്രായമായിട്ടില്ല. पत्रोस अभी मरने का उम्र नहीं हुआ है. വൃദ്ധനായ ശേഷം മരിക്കുന്ന വാഗ്ദത്തം. वादा यह है कि बूढ़े होने के बाद मरूंगा. പിന്നെ നിന്റെ അര വേറെ ആരെങ്കിലും കെട്ടു. और तेरा कमर दूसरा कोई बांध देगा. സ്വന്തം അര കെട്ടാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ വിറച്ചോണ്ട് നിൽക്കുക. അപ്പൊ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത വസ്ത്രം പോലെ ഇടിയിക്കുന്നു. ആ പ്രായമാകുമ്പോൾ उसका मतलब है कमर बांध नहीं पाएगा, कोई और आके बांधेगा वैसे उम्र में. ഹല്ലേലൂയ.
പത്രോസിനെ അറിയാം ഇപ്പൊ ആരെയൊക്കെ തന്നെ കെട്ടാനുള്ള ആരോഗ്യമുണ്ട്. पतरस को पता है अभी कमर खुद बांध सकता है. അതുകൊണ്ടല്ലേ ദൂതൻ തട്ടി എഴുന്നേപ്പിച്ചിട്ട് इसके लिए स्वर्गदूत आमीन हालेलुया. ദൂതൻ അര കെട്ടി കൊടുത്തില്ല. कि स्वर्गदूत ने उसके उठा के बाद उसका कमर उसने नहीं उठाया. कि स्वर्गदूत को उसका वादा पता है. ദൂതൻ പറഞ്ഞത് അര കെട്ടടാന്നാ പറഞ്ഞത്. स्वर्गदूत ने क्या बोला? कमर को बांध. കാണട്ടടാ. बोला आमीन. നിനക്ക് അര കെട്ടാനുള്ള ആരോഗ്യം ഇപ്പോഴും ഉണ്ടെന്ന്. शैतान को देखने दे कि तू कमर बांधने का ताकत आज भी रखता है. और शत्रु को देखने दे നിന്റെ വാഗ്ദത്തം എന്താണെന്ന്. तेरा वादा क्या है. ഹല്ലേലൂയ. ഹർഷകബന. നിങ്ങൾ രംഗം ആലോചിച്ചേ. പത്രോസ് എഴുന്നേറ്റ് അര കെട്ട് കേട്ടോ. पतरस उठ के अपना कमर बांध रहा है. പത്രോസ് പറഞ്ഞു और पतरस ने कहा ഞാൻ മരിക്കയില്ല. मैं मरूंगा नहीं. ഇന്നും എന്റെ അര കെട്ടിയത് ഞാനാ. क्योंकि आज भी मेरा कमर मैंने बांधा. മരിക്കയില്ല. मैं मरूंगा नहीं. ഞാൻ ജീവനോടെ ഇരിക്കും. मैं जीवित रहूंगा. എനിക്ക് ഇനി ശുശ്രൂഷ ബാക്കിയാ. मेरी सेवकाई बाकी എനിക്ക് ഇനി है. വാഗ്ദത്തങ്ങൾ ബാക്കിയാ. मेरा वादा बाकी യേശു है. ക്രിസ്തുവിന്റെ നാമത്തിൽ यीशु मसीह के नाम से കരകളെ ശക്തമായി അടിച്ച് ഈ ദൂത് സ്വീകരിച്ച आप हाथ ताली बजा के इस वादा को पूरा स्वीकार करो. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നാൽ अगर आप आराधना करके स्तुति करके रहेंगे വെളിപ്പാട് ദൈവം തന്നുകൊണ്ടിരിക്കും. वचन का प्रकाशन परमेश्वर देगा. ഹല്ലേലൂയ. हालेलुया. താങ്ക് യു ജീസസ്. പത്രോസിന് നല്ല ധൈര്യം താൻ മരിക്കത്തില്ലെന്ന്. पतरस को धैर्य हुआ कि वो मरूंगा नहीं. കാരണം തന്റെ സമയമായിട്ടില്ലെന്ന് പത്രോസിന് അറിയാം. क्योंकि पतरस को पता है उसका समय नहीं हुआ है. സമയം ആകാതെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. कि बिना समय हुए परमेश्वर नहीं करेगा. പറഞ്ഞാട്ട് സമയമാകാതെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. आप मुंह खोल के बोलो बिना समय का परमेश्वर नहीं करेगा. യാക്കോബിന്റെ സമയമായി. याकूब का समय हुआ. യാക്കോബ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. याकूब नित्यता में लिया. മൂന്നാമതൊരു ക്യാരക്ടർ കൂടെ ഉണ്ട്. तीसरा और एक व्यक्ति है. അദ്ദേഹത്തിന്റെ പേര് യോഹന്നാൻ. उसका नाम है यूहन्ना. പത്രോസിനോട് ഈ സുന്ദരമായ ദൂത് യേശു കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ कि पतरस से ये जो वादा जब അവൻ यीशु मसीह ने कहा, മരിക്കുന്ന മരണവിധത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലേ वो कैसे मरने वाला है उसके बारे में जब ബാക്കി कहा, ശിഷ്യന്മാർക്കൊക്കെ ഒരു സംശയം. बाकी सब चेलों को एक साथ എന്താ സംശയം എന്നറിയോ? क्या था शक. എടാ, പത്രോസിന് ഇത്രയും നല്ല ദൂത് കിട്ടിയെങ്കിൽ जब पतरस को इतना अच्छा वादा मिला കാരണം तो എന്താ? ഇങ്ങനാരാ 3 വട്ടം യേശുവിനെ തള്ളി പറഞ്ഞോനാ. ये कौन है? आमीन हालेलुया. ഈ 3 बार यीशु പത്രോസിന് ठुकराया है. ഈ പത്രോസിന് इस पतरस ഇത്ര को നല്ല ദൂത് കിട്ടിയെങ്കിൽ ഇത്ര നല്ല ദൂത് കിട്ടിയെങ്കിൽ अगर 3 बार ठुकराने वाला एक ദീർഘായുസ്സിന്റെ पतरस ദൂത് കിട്ടിയെങ്കിൽ को ऐसा वादा मिला कि लंबा उम्र का वादा मिला. യേശു ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരുത്തനുണ്ട്. इस झुंड में यीशु सबसे ज्यादा प्रेम करने वाले के എന്തോ ദൂതായിരിക്കും കിട്ടാൻ उससे क्या वादा मिलने वाला है. പ്രിയമുള്ളവരെ, वो है. നമുക്ക് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ചിലരോടൊക്കെ ദൂത് ദൈവാത്മാ പറയുമ്പോൾ നമ്മൾ ഓർക്കും കർത്താവേ അവൻ അത്രയും നല്ല ദൂത് കൊടുത്തു. हमें कुछ लोगों से परमेश्वर के वादा जब वाणी देता हम सोचते परमेश्वर आपने उसको इतना बड़ा वादा दिया. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ദൂത് എന്തായിരിക്കും? तो मेरा क्या होगा? ഞങ്ങളുടെ ചോദിച്ചില്ല, പക്ഷെ യോഹന്നാന്റെ ചോദിച്ചു. कि हमारा नहीं पूछा लेकिन यूहन्ना का पूछा. ആകാംക്ഷ. उनका एक इच्छा. പത്രോസിന് ഇത്രയുമാണെങ്കിൽ യോഹന്നാന്റെ ദൂത് എന്താ? अगर पतरस का ऐसा तो यूहन्ना का क्या? ഇവൻ എന്ത് സംഭവിക്കും? इससे क्या होगा? അപ്പൊ യേശു കർത്താവ് പറഞ്ഞു, तो यीशु ने कहा നോക്കേ, അവൻ എന്ത് സംഭവിക്കുന്നുള്ളത് നിങ്ങളുടെ കാര്യമല്ല. उसको क्या होगा तुम्हारा विषय नहीं. കിട്ടിയ ദൂത് മുറുകെ പിടിച്ച് ജീവിച്ചോണം കേട്ടോ. आमीन आमीन आमीन. अपने आप को जो वाणी मिला उसे पकड़ के जियो. സംശയം തീർക്കാൻ വേണ്ടി പറഞ്ഞു. फिर भी उसका उनका शक खत्म करने के लिए कहा. കണിശമായിട്ട് പറഞ്ഞില്ല. എനിക്കിഷ്ടം അവൻ ചാകല്ലെന്ന്. നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? ഹല്ലേലൂയ. ഇതാ യേശുവിന്റെ परमेश्वर बोला कि मैं इच्छा रखता कि वो मरे नहीं. क्या तुम्हें कुछ प्रॉब्लम है? ഭാഷ. ചില സമയത്ത് അങ്ങനെ കണിശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. यीशु ने कभी कभी ऐसा धाट के कहा है. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? क्या आप मुझे सुन रहे हैं? നമ്മൾ പലപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് हम बहुत बार जो काम की चीजों को भूल के കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞ് യേശുവിന്റെ അടുക്ക് വരുമ്പോ छोटी छोटी बातें बोल के जब यीशु के पास യേശു आते हैं സ്വല്പം മുഷിഞ്ഞ് സംസാരിക്കും. यीशु कभी बिगड़ के बातें करेंगे. നമ്മൾ കർത്താവ് എന്നാ എന്റെ ജോലിയുടെ കാര്യം ശരിയാക്കുന്നത്? हम पूछेंगे परमेश्वर कभी मेरे काम का काम पूरा എന്നാ करेंगे. എന്റെ മക്കളുടെ കാര്യം ശരിയാക്കുന്നത്? मेरे बच्चों का काम कभी करेंगे. കർത്താവ് ചോദിക്കും, परमेश्वर पूछेगा നീ എന്നാ സ്നാനപ്പെട്ടത്? आमीन हालेलुया. तूने कभी बपतिस्मा നീ लिया? എന്നാ അഭിഷേകം പ്രാപിച്ചത്? तू कभी अभिषेक आमीन ചെയ്തില്ല. हालेलुया. परमेश्वर मैंने वो किया ചിലപ്പോൾ नहीं. കർത്താവ് മുഷിഞ്ഞ് ചോദിക്കും, परमेश्वर कभी बिगड़ के पूछेगा സ്നാനപ്പെട്ടിട്ടാണോ വന്നത്? बपतिस्मा लेके आया है അത് क्या? കർത്താവ് അത് പറ്റത്തില്ല. परमेश्वर वो नहीं होगा. See, അങ്ങോട്ട് ചിലത് ആവശ്യപ്പെടുമ്പോൾ जब हम उसे ഇങ്ങോട്ട് पूछता है ചോദ്യം വരുമെന്ന് ഓർത്തോണം കേട്ടോ. यहाँ सवाल आएगा तुम्हें याद रखना എത്ര है. പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को समझ में आ रहा കർത്താവിന് है? ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. परमेश्वर अच्छा धन्यवाद बोले. ഹല്ലേലൂയ. ചോദ്യം ഇവൻ എന്ത് സംഭവിക്കും? सवाल इससे क्या होगा? ലോകത്തിന് എപ്പോഴും അറിയേണ്ടത് ഇവൻ എന്ത് സംഭവിക്കും. दुनिया को हमेशा जानना इसको क्या होगा. മിരിയാമിന്റെ ചിന്ത അതായിരുന്നു കേട്ടോ. मिरियम का विचार वही था. ഇവൻ എന്ത് സംഭവിക്കും? इसको क्या होगा. ആർക്ക്? മോശയ്ക്ക്. मूसा को ആ ഞാങ്ങണപ്പെട്ടകത്തിൽ
ഒഴുക്കി വിട്ടതാണല്ലേ. उसको नदी में बहाया था. മരണം വാപ്പിളർന്നു നിൽക്കുകയാ. उसके सामने मृत्यु मुख खोल के खड़ा था. മിരിയാം നോക്കി നിൽക്കുകയാ. और मिरियम दूर से देख ഇവൻ रहा है. എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ. इससे क्या होगा देखने മോശയ്ക്ക് के लिए. എന്ത് സംഭവിക്കുന്നത് കാണുവാൻ. मूसा को क्या होगा देखने के लिए. ലോകം നോക്കി നിൽക്കുകയാ. आज दुनिया देख के खड़ा है. നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ. तुझे क्या होगा जानने के लिए. പെട്ടകം ഇങ്ങനെ ഒഴുകുമ്പോൾ वो जब संदूक जा रहा था. മിരിയാം ചോദിക്കുക ഇവൻ എന്ത് സംഭവിക്കും. कि मिरियम पूछे इससे ലോകം क्या होगा. ചോദിക്കുക ഇവൻ എന്ത് സംഭവിക്കും. दुनिया पूछ सोचते इससे क्या ഈ होगा. കരയിൽ നിന്ന് इस प्यार से നൈലിന്റെ ഈ തീരത്ത് നിന്ന് नाइल की इस बाजू से ആ പെട്ടകം ഒഴുകി 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 वो संदूक बहते बहते രാജകൊട്ടാരത്തിലെ ആ പടവുകളുള്ള ആ സൈഡിലേക്ക് ഈ പെട്ടകം ഒഴുകി പോകുമ്പോൾ वो जब संदूक जो राजमहल की ओर बह के जब जा रहा था. മിരിയാം പറഞ്ഞു നോ 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 അങ്ങോട്ട് ഒഴുകരുത്. मिरियम ने कहा नहीं नहीं वहां नहीं जाना है. അയ്യോ, അത് അപകടമുള്ള സ്ഥലമാണ്. वो दुर्घटना से भरा हुआ അങ്ങോട്ട് है. പോകരുത്. वहां नहीं जाना है. പക്ഷെ അങ്ങോട്ട് തന്നെ പെട്ടകം ഒഴുകുകയാ. लेकिन संदूक उसी बाजू जा रहा था. പെട്ടകത്തിനകത്ത് കിടന്നുകൊണ്ട് മോശ കരയുകയാ. और संदूक के अंदर से मूसा रो रहा है. ഹല്ലേലൂയ. ഫറവോന്റെ പുത്രി വന്നിട്ട് ഈ പെട്ടകം വലിച്ചെടുത്ത് ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ ഒരു കരച്ചിലാ കേൾക്കുന്നത് കേട്ടോ അല്ലേ. कि फरोन की पुत्री जब संदूक को खोला तो बच्चे का रोना सुनाई दिया. കുഞ്ഞു പിന്നെന്ത് ചെയ്യും. 3 महीने का बच्चा क्या करेगा. ഇംഗ്ലീഷ് പറയും. अंग्रेजी कहेगा. കരയും. वो रोया. പക്ഷെ ഫറവോന്റെ പുത്രിക്ക് മനസ്സിലായില്ല. लेकिन फरोन की पुत्री को समझा नहीं. പറഞ്ഞത് എന്തായിരിക്കും അറിയാമോ. उसने क्या कहा. ഞാൻ മരിക്കുകയില്ല. मैं मरेगा. മരിക്കയില്ല. मैं मरूंगा नहीं. ഞാൻ ജീവനോടെ ഇരിക്കും. मैं जीवित रहेगा. ഫറവോന്റെ പുത്രിയെ മാറ്റിയത്. ഹല്ലേലൂയ. ഫറവോന്റെ പുത്രിയുടെ മനസ്സിനെ മാറ്റിയത്. फरोन की पुत्री के जो मन को ഈ हटाया. കുഞ്ഞിനെ അവളുടെ മകനാക്കാൻ ആഗ്രഹിച്ചത്. उसकी बच्ची को उस बच्चे को उसका बेटा बनाने की चल रहा. കരച്ചിലല്ല. उस बच्चे का रोना नहीं. അവനോട് തോന്നിയ അനുകമ്പയല്ല. उसके ऊपर जो അവനോടുള്ള വാഗ്ദത്തങ്ങളുടെ ശക്തിയാണ്. उसके ऊपर जो वादों का शक्ति था. അവൻ വിളിച്ചു പറയുന്ന അവന്റെ വാഗ്ദത്തങ്ങളുടെ ഡിക്ലറേഷന്റെ പവറാ. उसके साथ जो वादा था उस वादे को बोलने का शक्ति है. हालेलुया 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 हालेलुया. വിളിച്ചു പറഞ്ഞോ വിളിച്ചു പറഞ്ഞോ. വാഗ്ദത്തമുണ്ടോ വാഗ്ദത്തമുണ്ടോ. अगर वादा है. വാഗ്ദത്തമുണ്ടോ. वादा है क्या. വാഗ്ദത്തമുണ്ടോ. वादा है क्या. വിളിച്ചു പറഞ്ഞോ. जो वादा है वादा मुंह खोल के बोलो. എന്താ വിളിച്ചു പറയേണ്ടത്. ഞാൻ മരിക്കയില്ല. क्या बोलना है. मैं मरूंगा नहीं. मैं जीवित रहूंगा. കർത്താവിന്റെ വേല ചെയ്യും. मैं परमेश्वर काम को സാക്ഷി करेगा. പറയും. मैं गवाही ഈ दूंगा. തലമുറയോട് മാത്രമല്ല केवल इस पीढ़ी को ही नहीं. വരുവാനുള്ള തലമുറയോട് आने वाले पीढ़ी को നിന്റെ മഹത്വത്തിന്റെ സാക്ഷ്യം പറവാ. तेरी महिमा की गवाही देने. ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന്. जैसे मैं जीवित रहूंगा. അപ്പുറത്ത് നിൽക്കുന്ന ശത്രു എന്താ പറയുന്നത് അറിയോ. और उस बाजू में शत्रु क्या कह रहा है. നിന്റെ ആയുസ്സിന്റെ മധ്യത്തിൽ നിന്നെ എടുക്കുമെന്ന. तेरे उम्र के बीच में तुझे അപ്പുറത്ത് उठाएगा. നിൽക്കുന്ന ശത്രു എന്താ പറയുന്നത് അറിയാമോ. शत्रु क्या कहता ഞാൻ है. വാളിന് മൂർച്ച കൂട്ടുകയാണെന്ന്. मैं तलवार को धार कर പക്ഷെ रहा നീ हूं. പറയേണ്ടതെന്താണെന്ന് അറിയാമോ. लेकिन तुझे क्या कहना ഓ है? യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ यहोवा मेरे पास साथ है. പറഞ്ഞാട്ടെ ശത്രുവിന് എന്നോട് എന്തു ചെയ്യുവാൻ പറ്റും. मेरा शत्रु मुझे क्या कर सकता है. കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ परमेश्वर मेरे साथ है. സാത്താൻ എന്നോട് എന്തു ചെയ്യാൻ പറ്റും. शैतान तू क्या कर सकता है. ജഗന്തനരക ജഗശതുലാരം ശൽഖമനെ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാർക്ക് അറിയേണ്ടത് ഇവൻ എന്ത് ഭവിക്കുമെന്ന്. यीशु के चेलों को जानना है उसके साथ क्या होगा. യേശു കർത്താവ് മുഷിഞ്ഞു പറഞ്ഞു. यीशु बिगड़ के कहा അവൻ മരിക്കരുതെന്ന് എന്റെ ആഗ്രഹം. നിങ്ങൾക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ. वो नहीं मरना मेरा इच्छा है. വാഗ്ദത്തം आपको क्या കൊടുത്തില്ല. है? യേശുവിന്റെ വായിന്ന് അങ്ങനെ ഒരു വാക്കേ വീണുള്ളൂ. कि वादा नहीं दिया पर यीशु के मुंह से ऐसा एक बात ഫുൾ गिरा. പ്രോമിസ് ആണോ. क्या वो पूरा वादा है. അല്ല. പക്ഷെ യേശുവിന്റെ ഒരു ആഗ്രഹമുണ്ട് ഇവൻ മരിക്കില്ലെന്ന്. यीशु का इच्छा था कि वो नहीं मरे. പക്ഷെ മരിക്കാതിരിക്കത്തില്ല. लेकिन नहीं मरेगा वैसा नहीं. എന്താ കാരണം. कारण क्या है. എന്താ കാരണം. कारण क्या? മരണം ഒരു നിയമമാണ്. कि मृत्यु एक नियम है. ജനിച്ചാ മരിക്കണം. जन्म लेगा तो मरना അത് है. പ്രകൃതിയുടെ നിയമമാണ്. वो प्रकृति का नियम है. ആ നിയമത്തിനെതിരെ യേശു ഡിസൈഡ് ചെയ്യത്തില്ല. उस नियम के विरुद्ध में यीशु नहीं അതുകൊണ്ട് യേശു जाएगा. പറഞ്ഞു മരിക്കരുതെന്ന് എന്റെ ആഗ്രഹം. नहीं मरना मेरा इच्छा है. പക്ഷെ അതിൽ ഇപ്പം ഞാൻ ഇൻവോൾവ് ആകുന്നില്ല. लेकिन वो अभी मैं नहीं आता. ഇനി ഇവന് മരിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ ചാൻസേ ഉള്ളൂ. कि अगर इसे नहीं मरना तो एक ही है. കർത്താവിന്റെ വരവ് വരെ ഇവൻ ജീവിക്കണം. कि परमेश्वर का दोबारा आगमन तक उसे जीवित रहना है. കർത്താവിന്റെ മടങ്ങി വരവ് വരെ യോഹന്നാൻ ജീവനോടെ ഇരിക്കണം. परमेश्वर का दोबारा आगमन तक उसे जीवित रहना है. ശ്രദ്ധിക്കുന്നുണ്ടോ.
പക്ഷെ അതിനകത്തൊരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. उसमें एक छोटा सा टेक्निकल प्रॉब्लम ഈ है. ശിഷ്യന്മാരുടെ ചിന്ത चेलों का ഇവരുടെ കാലത്ത് തന്നെ യേശു വരുന്ന, उनकी जमाने में यीशु आएगा. യേശുവിനറിയാം यीशु को पता है, 21-ാം നൂറ്റാണ്ടിൽ ഫിന്നി പാസ്റ്റർ ഒക്കെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. यीशु को पता है कि 21वीं सदी में फिन्नी पास्टर प्रचार करने के बाद ही आएगा. എന്താണെന്നറിയാമോ? യോഹന്നാൻ പിന്നെ 12,000 വർഷം ജീവിച്ചിരിക്കേണ്ടി വരും. फिर टेक्निकल प्रॉब्लम क्या है कि യോഹന്നാൻ को 2000 साल जीवित रहना होगा. പ്രകൃതിയുടെ നിയമത്തിനെതിരാണ്. वो भी प्रकृति का नियम के विरुद्ध है. ആഗ്രഹമുണ്ട് കർത്താവിന്, इच्छा है परमेश्वर को. ഇവൻ ഇത്രയും എന്നെ സ്നേഹിക്കുന്നവനായതുകൊണ്ട് ये इतना मुझसे प्रेम करता ഇവൻ है, മരിക്കലെന്ന് ആഗ്രഹമുണ്ട്. ये नहीं मरना है. പക്ഷെ പ്രകൃതി നിയമത്തെ കർത്താവ് ലംഘിക്കത്തില്ല. लेकिन प्रकृति के नियम को परमेश्वर तोड़ेगा नहीं. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? मैं जो बोल रहा हूं, ദാസന്മാരൊക്കെ മരിക്കും, ആളുകളിലേക്ക് അയ്യോ ആ കർത്താവിന്റെ ദാസൻ ഇത്രയും നല്ലവനായിരുന്നു, കർത്താവിന് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. പിന്നെ എന്താ മരിക്കാൻ അനുവദിച്ചത്? कुछ लोग जब परमेश्वर दास लोग गुजरते हैं तो लोग बोलते हैं परमेश्वर से इतना प्रेम करते, इतना अच्छा परमेश्वर ऐसा क्यों मर गया? കർത്താവ് പ്രകൃതി നിയമത്തെ ലംഘിക്കത്തില്ല. परमेश्वर प्रकृति के नियम को तोड़ेगा नहीं. മനുഷ്യർക്കും വെച്ചിരിക്കുന്ന നിയമമാണ് ഒരിക്കൽ ജനിക്കുകയും പിന്നെ മരിക്കുകയും ചെയ്യുന്നത് മനുഷ്യന് നിയമിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. कि हर एक इंसान को एक बार जन्म लेना और मरना है, एक नियम है. ഹല്ലേലൂയ. പക്ഷെ ഒരു ആഗ്രഹം പറഞ്ഞു. लेकिन इच्छा कहाँ? കർത്താവ് വാഗ്ദത്തം ഒന്നും തരണ്ട, കർത്താവ് ചുമ്മാ ഒന്ന് ആഗ്രഹിച്ചാൽ മതി, അത് തന്നെ പവർഫുൾ. हमें परमेश्वर वादा नहीं देना, अगर वो सिर्फ इच्छा भी रखे तो भी बहुत शक्ति है. എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? क्या वो पता है? പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ आगे के जीवन में ഹല്ലേലൂയ യവനെ കൊല്ലാൻ പലരും നോക്കി, इसको मारने के लिए बहुत सारे लोगों ने सोच देखा, ചത്തില്ല. नहीं मारा. ഡൊമീഷ്യന്റെ കാലത്ത്, ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് डोमिशियन चक्रवर्ती के समय में ഈ യോഹന്നാനെ പിടിച്ച് ये യോഹന്നാൻ को पकड़ നല്ല के ചെമ്പിന്റെ അകത്ത് തിളച്ച എണ്ണ ഇങ്ങനെ തിളച്ച് കിടക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഇവനെ പിടിച്ചിട്ടു. उबलते हुए तेल के अंदर उसको डाला. ചരിത്രം എന്താ പറയുന്നത് അറിയോ? इतिहास क्या कहता है? എണ്ണ തണുത്തു പോയി. कि जो तेल है ठंडा हो गया. സംഭവിക്കുമോ? ऐसा होगा क्या? ഈ രാജാവൊക്കെ ഓർത്ത് ഇവനിപ്പോ ഇങ്ങനെ ഫ്രൈ ആയിട്ട് ഇങ്ങനെ കൊമളയായിട്ട് വീർത്തു വരുമെന്ന. राजा ने सोचा वो फ्राई होके बाहर आएगा. ഹല്ലേലൂയ. പക്ഷെ യോഹന്നാൻ അതിനകത്ത് കിടന്നുകൊണ്ട് പറയുക, യോഹന്നാൻ उसके अंदर ഞാൻ മരിക്കയില്ല, आमीन, मैं मरूंगा नहीं, ഞാൻ ജീവനോടെ ഇരിക്കും. मैं जीवित रहूंगा. കർത്താവിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? परमेश्वर इच्छा क्या है? യേശുവിനകത്ത് വാഗ്ദത്തം തന്നില്ലെങ്കിൽ ഒരു ചെറിയ ആഗ്രഹമുണ്ട്, ഞാൻ മരിക്കരുതെന്ന്. परमेश्वर ने वादा नहीं दे रहा कि इच्छा है कि मुझे मरना नहीं है. കർത്താവിന് ഒരു ചെറിയ ആഗ്രഹമുണ്ടോ? परमेश्वर इच्छा है कि ഞാൻ ജീവിക്കാൻ പോകുക, मैं जीवित ഞാൻ होऊंगा. പറഞ്ഞിട്ട് ഞാൻ മരിക്കില്ല, ഞാൻ ജീവിക്കും. हर एक जन मुंह खोल के बोला मैं मरूंगा नहीं, मैं जीऊंगा. ഇതാരാ പറയേണ്ടതെന്ന് അറിയാമോ? ये कौन कहना है? നിങ്ങളിൽ ആർക്കെങ്കിലും ഭയമുണ്ടെങ്കിൽ, अगर आप में से किसी को भय है, ശത്രു നിങ്ങളെ തകർക്കുന്നു നിങ്ങളുടെ കാതിൽ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, अगर शत्रु आपके कानों में चुनौती दे रहे कि നിന്നെ तुम्हें नाश करेगा, നഷ്ടപ്പെടുത്താൻ പോകുകയാണെന്ന് ശത്രു വാദിക്കുന്നുണ്ടെങ്കിൽ, अगर शत्रु कह रहे कि मैं तुझे नाश करने वाला സമയത്തിന് हूं, മുമ്പേ നിന്നെ അവസാനിപ്പിക്കുമെന്ന് ശത്രു വാദിക്കുന്നുണ്ടെങ്കിൽ, शत्रु कहते समय से पहले तुझे ले ആ लूंगा, ഭയമുള്ളവർ വിളിച്ചു പറഞ്ഞാട്ടെ, ഇല്ല അത് നടക്കത്തില്ല. उससे वो भय है चिल्ला के बोला नहीं, वो नहीं होगा. എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി തീരാതെ, कि मेरे बारे में परमेश्वर योजना ये എന്നെ है കുറിച്ചുള്ള ദൈവിക ആയുസ് തീരാതെ, कि मेरे बारे में जो परमेश्वर का जो रखा हुआ उम्र को पूरा ना होते हुए, ഹല്ലേലൂയ, ശത്രുവിന്റെ വിധിയെഴുത്തുകൾ എന്റെ മേൽ നടക്കത്തില്ല. शत्रु का कोई भी योजना मेरे पे भारी नहीं होगा. ധൈര്യത്തോട് പറഞ്ഞാട്ട് കേട്ടോ. धैर्य के साथ बोलो. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ സമയം തീർന്നാൽ എന്ത് ചെയ്യണം? अगर परमेश्वर का समय हो गया तो क्या है? സന്തോഷത്തോട് പോയിക്കോണം. आनंद के साथ जाना है. സാത്താന്റെ സമയത്തല്ല, सातान के समय में नहीं, സാത്താന്റെ വെല്ലുവിളി കേട്ടിട്ടല്ല, सातान का चुनौती सुन के नहीं. ഹല്ലേലൂയ. हालेलुया. തിളച്ച എണ്ണയ്ക്കകത്തിട്ടിട്ട് അവൻ ചത്തില്ല. कि उबलते हुए तेल में डाल के भी वो मरा नहीं. അവസാനം ഡൊമിഷ്യൻ ഓർത്തു, अंत में डोमिशियन ने सोचा ഇവനെ നാട് കടത്തിയേക്കാം. इसे तड़ी पार करता है. എങ്ങോട്ട് നാട് കടത്തി? कहाँ तड़ी पार करेंगे? പത്മോസിന്റെ ദ്വീപിലേക്ക്. पद्मोस के द्वीप में. പത്മോസിൽ ഒത്തിരി പേരെ നാട് കടത്തിയിട്ടുണ്ട്. पद्मोस में बहुत सारे लोगों ने तड़ी पार അവരാരും किया. തിരിച്ചു വന്നിട്ടില്ല. वहां से कोई लौट के नहीं आया. പഴയ ചരിത്രകാരന്മാർ പറയുന്നത് അസ്ഥികൂടങ്ങൾ കാണാമായിരുന്നെന്നാ. वहाँ पहले का इतिहास कहते वहां सिर्फ हड्डियां दिखते थे. കഴുകന്മാർ നോക്കിയിരിക്കുമായിരുന്നു. वहाँ क्या है? ഉഖാബോ. उकाब लोग देख के बैठते थे. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇവൻ മരിച്ചു വീണാൽ ഇവനെ ഭക്ഷിക്കാൻ വേണ്ടി കഴുകന്മാർ നോക്കിയിരിക്കും. क्यों? अगर ये मर जाएगा तो उसको खाने के लिए. അങ്ങനെയുള്ള സാഹചര്യത്തിൽ യോഹന്നാൻ ഇരിക്കുക കേട്ടോ. ऐसे अवस्था में യോഹന്നാൻ बैठा है. കർത്തൃ ദിവസമായപ്പോൾ जब परमेश्वर का दिन आया, അവൻ ആരാധിക്കാൻ തുടങ്ങി. वो आराधना करना അവൻ शुरू മനസ്സിൽ किया. പറഞ്ഞു കാണും, उसने मनुष्य में ഞാൻ मन में कहा, മരിക്കത്തില്ല, मैं मरूंगा नहीं, ഞാൻ ജീവനോടെ ഇരിക്കും. ഞാൻ ജീവനോടെ ഇരിക്കും. मैं जीवित रहूंगा. ഞാൻ യഹോവയുടെ മഹത്വം വർണ്ണിക്കും. मैं परमेश्वर की महिमा को वर्णन അന്ന് വരെ करूंगा. ചരിത്രത്തിൽ ആരും വർണ്ണിക്കാത്തതുപോലെ आमीन. യഹോവയുടെ മഹത്വം കണ്ടു വർണ്ണിക്കാൻ പോകുക കേട്ടോ. कि तब तक इतिहास में किसी ने नहीं देखा वैसा. आमीन. വർണ്ണിക്കാത്തതുപോലെ യോഹന്നാൻ വർണ്ണിച്ചു. तब तक किसी ने वर्णन नहीं किया वैसा. എങ്ങനെ വർണ്ണിച്ചത്? कैसा वर्णन ആദ്യത്തെ किया? കാഴ്ച, पहला दृश्य, ആദ്യത്തെ കാഴ്ച തകർത്ത ഇടിയുടെ മുഴക്കത്തോടെ പെരുവെള്ളത്തിന്റെ ഇരച്ചിലോടെ പത്മോസിന്റെ ദ്വീപിലേക്ക്
പുരാതനനായവൻ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ पहला दर्शन क्या था कि एक बहुत बड़ा आवाज के साथ जब वो उतर के आया, തകർത്ത ഇടിയുടെ മുഴക്കത്തോടെ, बहुत बड़ा गनगनाहट के शब्दों के साथ, മാറത്തു പൊൻകച്ചി അണിഞ്ഞവനായി, तो छाती पे सोने का जो पट्टा बांध, सोने का पट्टा बांध के, ഹല്ലേലൂയ, മാറത്ത് പൊൻകച്ചി അണിഞ്ഞ് പിന്നെന്തൊക്കെയാ പറയുന്നത്? വെള്ളോടിന് സദൃശമായ പാദങ്ങളോടുകൂടെ, പിന്നെന്താ പറയുന്നത്? അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകളോടുകൂടെ, പിന്നെന്താ പറയുന്നത്? ഓ ഹല്ലേലൂയ, ഇങ്ങനെ കുറെ വർണ്ണനങ്ങൾ പറയുക. മഹത്വം കാണുക കേട്ടോ. वो महिमा देख रहे, യേശുവിന്റെ മഹത്വം അന്ന് വരെ ആരും വർണ്ണിക്കാത്തതുപോലെ യോഹന്നാൻ വർണ്ണിക്കുക. तब तक यीशु का वर्णन किसी ने नहीं किया, वैसे उस प्रकार वो वर्णन कर रहे हैं. അറിയാമോ? कितना बड़ा प्रकाशन है. തളച്ചെണ്ണയ്ക്കകത്ത് ഇട്ടായിരുന്നെങ്കിലേ, ഇട്ടപ്പോ ചത്തായിരുന്നെങ്കിലേ, अगर तेल में उबलता तेल में अगर वो मर जाता तो मैं യേശുവിനെ ഏത് കണ്ടുകൊണ്ട് കണ്ടേനെ? तो उसे कौन सी आंखों से देखता था? കണ്ടുകൊണ്ട് കണ്ടേനെ. जो पहले देखो आंखों से, ആ താടി മീശയൊക്കെ വെച്ച യേശു, वो जो दाढ़ी सब रखा हुआ यीशु, താടി മീശ ഉണ്ടായിരുന്നു യേശുവിന് കേട്ടോ. यीशु का दाढ़ी और दाढ़ी मूछ में से ഉണ്ടായിരുന്നു. दाढ़ी और मूछ था. हाले वो मैं बताया नहीं, पूरा था. हाले मूछ भी था, दाढ़ी भी था. हालेलुया, मूछ और दाढ़ी दोनों था. യേശുവിന് ഉണ്ടായിരുന്നു. यीशु को था. ഹല്ലേലൂയ. എന്താ തെളിവെന്നറിയാമോ? क्या सबूत है? വചനത്തിൽ അവന്റെ താടിയിലെ രോമങ്ങൾ പിഴുതുന്നുണ്ട് അല്ലേ? അപ്പൊ वचन में कहते हैं कि उसके जो बोलते दाढ़ी का जो बालों को खींचा. അപ്പൊ എനിക്ക് താടിയുണ്ട്. तो पासवान को दाढ़ी है. ജീസസ് സ്റ്റൈലാണ്. ये यीशु का स्टाइल है. താടിയുള്ളവരെല്ലാം നല്ലോണം കൈയടിക്കാൻ തുടങ്ങി. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ താടി വെച്ചോ, ക്ലീൻ ഷേവ് ചെയ്തോ, കർത്താപ്പച്ചന് പിണക്കമൊന്നുമില്ല കേട്ടോ. आप दाढ़ी डालो, टी शर्ट डालो, परमेश्वर कोई प्रॉब्लम नहीं. नहीं ऐसे नहीं बोला नहीं. आप दाढ़ी रखो, आप क्लीन शेव करो, उससे आपका आत्मिक जीवन में कोई फर्क ना होने वाला है. आमेन, हालेलुया. लेकिन हालेलुया, പക്ഷേ सब कुछ अच्छा दिखना चाहिए. എല്ലാം നല്ലതായിട്ട് കാണണം. कोई आपको सवाल उठाना जैसा जीना नहीं है. ആരും നമ്മളെ ചോദ്യം ചോദിക്കുന്ന പോലെ ജീവിക്കില്ല. बस उतना ही. हालेलुया. അത്രമേ ഉള്ളൂ. പണ്ടായിരുന്നു വെളിപ്പാട് പുസ്തകം എഴുതിയതെങ്കിൽ, अगर पहले अगर प्रकाशन का किताब लिखता, ഈ ഡൊമീഷ്യൻ എണ്ണയിൽ ഇടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ, अगर डोमिशन जो तेल में डालने से पहले യോഹന്നാൻ എഴുതിയേനെ. യോഹന്നാൻ लिखता था, അവന്റെ താടി, അവന്റെ മുടി, ഹല്ലേലൂയ, യേശുവിന് മുടി ഉണ്ടെന്നൊന്നും വേദോസത്തിലില്ല കേട്ടോ. പിന്നെ അവന്റെ വസ്ത്രം, ഇതൊക്കെ എഴുതിയേനെ. അവൻ കണ്ടിട്ടുള്ള യേശുവിനെ എഴുതി. उसने जो देखा वो यीशु को लिखता था. ഹല്ലേലൂയ. പക്ഷേ ഇപ്പോൾ യോഹന്നാൻ പത്മോസിൽ വെച്ച് കാണുകയാ. लेकिन अभी യോഹന്നാൻ പത്മോस में देख रहा है മഹത്വം വാരിയെടുത്ത യേശുവിനെ. महिमा से पूरा ढका हुआ यीशु को. അവൻ പറയുക, और वो कहता, ഞാൻ മരിക്കാഞ്ഞത് നന്നായി. मैं जो नहीं मरा अच्छा हुआ. എല്ലാവരും വർണ്ണിച്ചതുപോലെയല്ല, आमेन. ऐसा എല്ലാവരും വർണ്ണിച്ചതുപോലെ, എല്ലാവരും പറഞ്ഞതുപോലെ അല്ല. മഷൽ ഖമാന അതല്ലേ, റംഷൽ ഖമാന പത്മോസിൽ ഗ്ലോറി വാരി ചുറ്റി യേശുവിനെ കണ്ടിട്ട് ഇപ്പൊ ഞാൻ സാക്ഷ്യം പറയുക കേട്ടോ. ഹല്ലേലൂയ. पद्मोस में जो महिमा से बढ़ा हुआ यीशु को देखो महिमा दे रहे, सब लोगों ने वर्णन किया वैसा नहीं. സ്വീകരിക്കാമോ? ഈ ദൂത് നിങ്ങളൊന്ന് സ്വീകരിക്കാമോ? ये वादा आप स्वीकार कर ഞാനങ്ങ് सकते हैं. സ്വീകരിക്കുക. നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞാനങ്ങ് സ്വീകരിക്കാം. ഞാൻ പറഞ്ഞ കർത്താവ് ഇന്ന് വരെ നിന്നെ കണ്ടതുപോലെയല്ല, ഇന്ന് വരെ നിന്നെ കണ്ടതുപോലെയല്ല, ഇന്ന് വരെ പ്രസംഗിച്ചതുപോലെയല്ല. आज तक देखा वैसा नहीं. അടുത്ത വർഷങ്ങളിൽ आने वाले सालों में പുതിയ വെളിപ്പാടോടെ, പുതിയ വിഷനോടെ, आने वाले सालों में नया प्रकाशन के साथ, യേശുവിനെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടോടെ, यीशु के साथ बारे में नया प्रकाश के साथ, പൗലോസ് പറഞ്ഞതുപോലെ पौलुस ने जैसा എനിക്ക് कहा, യേശുവിനെ അറിയണം, आमेन. ऐसे എനിക്ക് ഇനിയും അറിയണം, आमेन. मुझे यीशु को जानना है എനിക്ക് और അവനെ जानना കാണണം. है और मुझे देखना है. ഇന്ന് വരെ കണ്ട കാഴ്ചയല്ല, आज तक देखा वैसा नहीं, ഇന്ന് വരെ അറിഞ്ഞ അറിവല്ല. आज तक जाना वैसा नहीं. വെളിപ്പാട് വർദ്ധിക്കട്ടെ. मेरा प्रकाशन बढ़ने दे. ശകമന രഗദൽ ഫംശൽ ഖമന ഹർദൽ പന്തന രഗദൽ പന്തന. हालेलुया लॉर्ड. വെളിപ്പാട് വർദ്ധിക്കട്ടെ. प्रकाशन बढ़ने दे. प्रकाशन बढ़ने दे. പണ്ടേ മരിച്ചുപോയെങ്കിൽ, अगर पहले मर जाता, പണ്ടേ മരിച്ചുപോയെങ്കിൽ എന്നാ എങ്ങനെ പാട്ട് പാടുന്നത്? പണ്ടേ ഞാൻ പണ്ടേ മരിച്ചുപോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ. പണ്ടേ മരിച്ചെങ്കിൽ ഞാൻ നരകത്തിൽ പോകുമായിരുന്നു. अगर पहले मरता तो मैं नरक में जाता. അതാ പുള്ളി പാടിയതാ, उसने गाया, അത് എഴുതിയ ആള് പാടിയതാ. उसने जो लिखा गाया. ഞാൻ എഴുതിയായിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ, യോഹന്നാൻ लिखता तो इस प्रकार कहता പണ്ടേ ഞാൻ മരിച്ചുപോയെങ്കിൽ, पहले मैं मर जाता. പണ്ടേ മരിച്ചെങ്കിൽ
ഇത് കാണത്തില്ല. ये नहीं देखता था. വാരി കൊടുത്ത हमें യേശുവിനെ കാണത്തില്ല. महिमा से भरा हुआ यीशु को ഈ മഹത്വം കാണത്തില്ലായിരുന്നു. ये महिमा नहीं देखता. മരിക്കാഞ്ഞതിന് നന്ദി जो കർത്താവേ. नहीं मर इसके धन्यवाद प्रभु. എന്നെക്കകത്തിട്ടിട്ടും ശത്രുവിനെ എന്നെ തീർക്കാഞ്ഞതിന് നന്ദി. कि शत्रु ने मुझे नाश नहीं किया इसके धन्यवाद. എന്തുകൊണ്ട് നന്ദി? क्यों धन्यवाद. ഹല്ലേലൂയ. ഈ മഹത്വം ഞാനിപ്പോ കാണുകയാണ്. ये महिमा मैं अभी देख रहा हूँ. മഹത്വം വർണ്ണിക്കാൻ പോകുക. ये महिमा का वर्णन करने जा रहा हूँ. തീർന്നില്ല. वहां से समाप्त नहीं ആ हुआ. മഹത്വം കണ്ടപ്പോൾ वो महिमा जब देखा യോഹന്നാൻ മരിച്ചവനെ പോലെ താഴെ പോയെന്ന്. कि यूहन्ना मरा जैसा नीचे गिरा. ऐसा क्या लिखा? പഴയ യേശുവിനെ കാണുമ്പോൾ जब पुराना यीशु को देखता था हमें മാറിൽ ചാരുവായിരുന്നു. तो पुराना यीशु को जब देखता भाग के जाके छाती पे लगता था. जब ओरिजिनल महिमा देखा ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മാർവി ചാരിയെ പോലെ വറച്ചു താഴെ പോയി. कि सबसे ज्यादा प्रेम किया जो छाती पे सिर रखा वो भी घबरा के गिर गया. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. आप जरा सोचो क्या महिमा है वो. അതുകൊണ്ട് തീർന്നില്ല. वहां भी समाप्त नहीं हुआ. അധ്യായമായപ്പോൾ जब चौथा अध्याय हुआ പത്മോസിൽ കഴുകന്മാർ നോക്കിയിരിക്കുക കേട്ടോ. जब पद्मोस में जो उकाब लोग देख रहे हैं കൊത്തി വലിക്കാൻ. इसे छिखाने के लिए പക്ഷേ കർത്താവ് പറഞ്ഞു നീങ്ങി കേറി വാമെന്ന് പറഞ്ഞു. बोला कि परमेश्वर तू उठ के आ जा. तू इधर आ जा. കൊത്തി വലിക്കാൻ വെമ്പുന്ന ശക്തികൾക്ക് നടുവിൽ നിന്ന് जो खाने के लिए जो बैठा हुआ शक्ति के बीच में വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ ശക്തിയിൽ നിന്ന് जो चुनौतियों के लिए चुनौती दे रहा चुनौती के साथ സമയത്തൊക്കെ നിന്നെ കൊണ്ടുവരികയാ. वो कुछ समय के उसको उठा के ले आ रहे ചിലത് हैं. കാണിക്കാൻ പോകുക. कुछ दिखाने वाला ചിലത് है. കാണിക്കാൻ പോകുക. कुछ दिखाने वाला है. എന്താ കാണുന്നെന്ന് അറിയാമോ? क्या देख रहे हैं? സ്വർഗീയ രാജാവിന്റെ സിംഹാസനമുറി. कि स्वर्गीय राजा का सिंहासन ഇപ്പൊ എവിടെ നിൽക്കുന്നത്? अभी कहाँ रुका है? മരണം വാഴുന്ന പത്മോസിലല്ല. कि अभी जो मृत्यु का राज करने वाला ഇപ്പൊ पद्मोस എവിടെ में नहीं. നിൽക്കുന്നത്? अभी कहाँ रुका है? മരണത്തെ ജയിച്ചവന്റെ സിംഹാസനമുറിയിൽ. मृत्यु को जीता हुआ उसके सिंहासन के पास. കരങ്ങളെ ശക്തമായി അടിച്ചാട്ട് हाथ ताली बजाओ. നിങ്ങളിങ്ങനെ കരമൊക്കെ അടിച്ച് സ്തുതിച്ചോണ്ടിരുന്നാൽ यदि आप हाथ ताली बजा के स्तुति करेंगे ദൈവം ഒത്തിരി കാര്യങ്ങൾ പറയാൻ പോകുക. परमेश्वर की आत्मा और भी बातों को बताएंगे. ഹല്ലേലൂയ. हालेलुया. താഴെ ഒരു കഴുകൻ ഇരിപ്പുണ്ട്. नीचे एक उकाब बैठा है ഇവനെ കൊത്തി വലിക്കാൻ. उसको खाने के लिए. രാജാവിന്റെ സിംഹാസനം മുറിയിൽ പച്ച മരതക വില്ല് വിരിച്ച അല്ലേ അങ്ങനല്ലേ പച്ച മരതക വില്ല് കണ്ണാടി പോലെയുള്ള പ്രതലങ്ങൾ. യോഹന്നാന് എനിക്ക് തോന്നുന്നു സ്ഥലകാല എന്താ ഒരു ഭ്രംശം ഉണ്ടായിക്കാണ്. എവിടെയാ ഞാൻ നിൽക്കുന്നത്? ഹല്ലേലൂയ. यूहन्ना जब वहां खड़ा तो उसको ऐसा लगा कि कहां मैं खड़ा हूं. ഇത്ര നേരം കണ്ടത് എന്താണെന്നറിയാമോ? अभी तक क्या देखा? കഴുകനെ കണ്ടത്. അപ്പുറത്ത് ഇരിക്കുന്ന കഴുകനെ. इधर उधर बैठा उकाब को देखा അസ്ഥികൂടങ്ങളെ कि हड्डियों को देखा. നമ്മൾ വല്ലമാണ് ആ സമയത്ത് ആത്മവിഷയത്തിലാകുന്നെങ്കിൽ अगर हम रहता था उस समय നമ്മളത് കാണുന്നറിയാമോ? हम क्या देखेंगे? കഴുകൻ വന്ന് കൊത്തുന്നു. ये उकाब आके खा रहा है ഹല്ലേലൂയ. പിന്നെ സിംഹം കടിച്ചു കീറാൻ വരുന്നു. और शेर आ रहा है खाने के लिए. നമ്മൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഒരു ചെറിയ മയക്കത്തിലേക്ക് പോകും. हम कभी दोपहर को थोड़ा सा नींद में जाते हैं. കാണുന്നതല്ല ഇതായിരിക്കും. फिर देखने वाले बातें सब यही ഞാൻ रहेंगे. കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് പേരോട് പറഞ്ഞു ഉച്ച ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിന് വലിയ അർത്ഥമില്ലെന്ന് പറഞ്ഞു. पिछले दिन पासवान वाला जो दोपहर को जो नींद में जो सपना था उसका कोई अर्थ नहीं है. കാരണം അങ്ങനെ ഒരു ആദാ ഉറക്കത്തിൽ കിട്ടുന്നതാ. वो आधा नींद में मिलने वाला है. എന്തെങ്കിലുമൊക്കെ അങ്ങ് കാണും. कुछ ना कुछ देखेंगे. പക്ഷെ ഇവിടെ എന്തെങ്കിലും അല്ല യോഹന്നാൻ കാണുന്നത്. या कुछ ना कुछ नहीं देख रहे. ദൈവത്തിന്റെ മഹത്വം കാണുകയാ. परमेश्वर की महिमा देख रहे. യോഹന്നാൻ നോക്കുമ്പോൾ यूहन्ना जब देखा കർത്താവിന്റെ സിംഹാസനം കാണുന്നു. परमेश्वर की महिमा सिंहासन देख रहे. മൂപ്പന്മാരെ കാണുന്നു. 24 बुजुर्गों को देख रहे. 4 ജീവികളെ കാണുന്നു. 4 जंतुओं को देखते हैं. 4 ജീവിയെ കണ്ടോ? ഉണ്ടോ? ഓടില്ലേ? എല്ലാവരും എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. വെളിപ്പാട് പുസ്തകം ഒന്ന് വായിക്കണം ഇന്ന് വീട്ടിൽ പോയിട്ട്. 4 ജീവികൾ, ഒന്നിന് സിംഹമുഖം, കാളയുടെ മുഖം, പിന്നെ കഴുകന്റെ മുഖം. ഇനി ഒരു ദൂത് പറയാൻ പോവുക കേട്ടോ. ഹല്ലേലൂയ. താഴെ കൊത്തി വലിച്ചിരിക്കാൻ ഒരു കഴുകനുണ്ട്. ഹല്ലേലൂയ. नीचे जो है एक उकाब है जो खाने के लिए बैठा है. മേളിൽ ഒരു കെരൂബ് കഴുകന്റെ മുഖത്തോട് നിപ്പുണ്ട് കേട്ടോ. और ऊपर एक खेरूब है जो उकाब के चेहरे के साथ നീ है. പേടിക്കണ്ടാന്ന്. बोला तू डरना मत. നീ പേടിക്കണ്ടെന്ന്. ഇവിടെ കൊത്തി വലിക്കുന്ന കഴുകനെ നീ പേടിക്കണ്ട. तुझे जो खाने के लिए आने वाला उकाब को तुझे डरना नहीं है. ഖെരൂബുകളെ കുറിച്ചുള്ള വിവരണമാണ് കേട്ടോ. ये सब खेरूबों के बारे में है. കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. ഹല്ലേലൂയ. ഇപ്പൊ എവിടെ നിൽക്കുന്നത്? अभी कहाँ पे है? ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ. परमेश्वर के सानिध्य के सामने. സിംഹമുഖവും കഴുകന്റെ മുഖവും ഒക്കെ ദൈവത്തിന്റെ ചില പ്രത്യേക ഗുണങ്ങളുടെ പ്രകടനമാണ്. ഹല്ലേലൂയ. कि शेर का चेहरा उकाब का ये सब परमेश्वर का एक एक गुणों का वर्णन है. അങ്ങനെ പഠിപ്പിക്കുന്നത്. पुराने नियम इस प्रकार कहता है യേശു കർത്താവ് യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ് കേട്ടോ. कि यीशु मसीह यहूदा गोत्र का सिंह है. അതോടൊപ്പം തന്നെ പക്ഷികളുടെ രാജാവാണ് കഴുകൻ. उसी प्रकार पक्षियों का राजा है പ്രവാചകൻ उकाब. ഒരിക്കൽ പ്രവചിച്ചു
भविष्य ने वाणी दिया ഒരു കഴുകൻ ഒരു ഹല്ലേലൂയ മുന്തിരിവള്ളി എടുത്തോണ്ട് വന്നെന്ന്. ഹല്ലേലൂയ. एक उखाब एक अंगूर का दाना ले आया. അങ്ങനെ പല പ്രവചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ऐसे बहुत सारे वाणाएं हैं. ഞാൻ മടങ്ങി വരട്ടെ, ഞാൻ മടങ്ങി വരട്ടെ. मैं लौट आता हूँ. പറഞ്ഞിട്ട് നീ മരിക്കുകയില്ല. बोलो तू मरेगा नहीं. ദൈവ മഹത്വം കാണാൻ तू പോകുകയാണ്. परमेश्वर की महिमा देखेगा. കാണാത്ത ദൂതുകൾ കാണാൻ പോകുകയാണ്. कोई किसी ने देखा वैसा स्वर्गदूत देखेगा. പത്രോസിൽ നിന്ന് തിരിച്ച് യോഹന്നാൻ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? पद्मोस से कैसे लौट के आता है? എല്ലാരും എല്ലും തൊലിയുമായിട്ട് വരുമ്പോ ഹല്ലേലൂയ हर एक जन വന്നാൽ सूख के जब आता है. മൺമറഞ്ഞു പോകും. नहीं तो मरा हुआ. നല്ല മിടുക്കനായിട്ട് വെളിപ്പാട് പുസ്തകം പിടിച്ചോണ്ട് വരിക. कि യോഹന്നാन के प्रकाश ने किताब पकड़ के आ रहा है. യോഹന്നാൻ പറയും എനിക്കൊരു വെളിപ്പാട് കിട്ടിയെന്ന്. യോഹന്നാൻ बोलते मुझे एक प्रकाशन मिला. തകർക്കാൻ ശ്രമിച്ചെടുത്ത് जहाँ शत्रु ने नाश करने को देखा. വെളിപ്പാടുമായിട്ട് പൊങ്ങി വരും. परमेश्वर के बच्चा प्रकाशन के साथ उठ के आएगा. ശത്രു വിധി എഴുതിയെടുത്ത്, ഇല്ലായ്മ ചെയ്യാൻ ശത്രു വിധി എഴുതിയെടുത്ത്, जहाँ शत्रु ने बोला कि तू नाश होगा, ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ വർഷത്തിൽ തീയതി കുറിച്ച വർഷത്തിൽ तेरे जो दिन डाला तारीख डाला. വെള്ളിയാഴ്ച പരിശുദ്ധാത്മാ പറഞ്ഞു पिछले फ्राइडे को पवित्र आत्मा ने ശത്രു कहा നിനക്ക് വേണ്ടി തീയതി കുറിച്ചോ, कि शत्रु ने तेरे बारे में യഹൂദ ജനത്തെ നശിപ്പിക്കാൻ ഡേറ്റ് കുറിച്ചോ. शत्रु ने तेरे ऊपर डेट डाला. പൂരീം എന്ന് പറയുന്നൊരു ഡേറ്റ്. ഹല്ലേലൂയ. पूरीम बोल के एक डेट. പക്ഷേ ആ ഡേറ്റ് लेकिन वो डेट ഡെത്ത് ആനിവേഴ്സറിയുടെ ഡേറ്റ് ആയിട്ട് ശത്രു കുറിച്ചെങ്കിൽ, अगर वो तेरा मृत्यु का दिन बोल के शत्रु ने बोला तो ഡെലിവറൻസ് ആനിവേഴ്സറിയുടെ ഡേറ്റ് ആയി മാറാൻ പോകുകയാ. वो दिन तेरा वो छुटकारा का दिन बना देगा. പിശാച് പറഞ്ഞു, शैतान ने कहा मोर्देकाई പൂരീം എന്നൊരു ദിവസമുണ്ടെങ്കിൽ, पूरीम बोल के एक दिन है तो പൂരീം എന്നൊരു ദിവസമുണ്ടെങ്കിൽ, पूरीम बोल के एक दिन है तो ഈ രാഷ്ട്രീയക്കാർ മുദ്രാവാക്യം വിളിക്കത്തില്ലേ? പൂരീം എന്നൊരു ദിവസമുണ്ടെങ്കിൽ, पूरीम बोल के अगर दिन है तो ഡെത്ത് ആനിവേഴ്സറിയുടെ ഡേറ്റ് ആയിരിക്കും. वो तेरा डेथ एनिवर्सरी का डेट होगा. മോർദെഖായി പറഞ്ഞു, मोर्देकाई ने कहा ഞാൻ മരിക്കത്തില്ല, मैं मरूंगा ഞാൻ नहीं, ഉപവസിക്കാൻ പോകുകയാ, मैं उपवास करूंगा, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. मैं प्रार्थना करने നിന്റെ वाला हूं. ഉപവാസവും പ്രാർത്ഥനയും तेरा उपवास और ശത്രു प्रार्थना കൊണ്ടുവന്ന മരണത്തെ തട്ടി മാറ്റുമെന്ന്. शत्रु जो लाने वाला मृत्यु को हटा देता है. പേടിയുണ്ടോ? डर है क्या? ഭയമുണ്ടോ? भय है क्या? പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കട്ടെ, प्रार्थना करना शुरू करो. ഉപവസിക്കാൻ തുടങ്ങിക്കട്ടെ, उपवास करना शुरू സഭ करो. പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കട്ടെ. कल प्रार्थना करेंगे. പിശാച് കൊണ്ടുവരുന്ന വാള് തെറ്റിപ്പോകാൻ പോകുകയാ. शैतान जो लेके आने वाला तलवार को लौटा देंगे. അഭിഷക്തന്മാർക്കെതിരെ, अभिषक्तों के ദൈവ विरुद्ध में, മക്കൾക്കെതിരെ परमेश्वर बच्चों के विरुद्ध കാലത്തിനു മുമ്പേ പറിച്ചു കളവാൻ में कि समय से पहले उखाड़ने के ശത്രു लिए കൊണ്ടുവരുന്ന ശത്രുവിന്റെ പദ്ധതികൾ शत्रु जो भी योजना ले आता है നിന്റെ പ്രാർത്ഥന തട്ടി മാറ്റാൻ तेरा പോകുകയാണ്. प्रार्थना उसे हटा देगा. ഹല്ലേലൂയ. हालेलुया. മോർദെഖായി പ്രാർത്ഥിച്ചു. मोर्देकाई ने प्रार्थना किया. പൂരീം എന്ന ദിവസം पूरीम बोल के दिन ഡെലിവറൻസ് ഡേ ആയിട്ട് മാറി. वो छुटकारा का दिन बना. വർഷം മുഴുവൻ ഇനി എന്താ ആഘോഷിക്കുന്നത് അറിയാമോ? अभी पूरा साल क्या मनाएगा? ആനിവേഴ്സറി അല്ല, डेथ एंड मृत्यु का ഡെലിവറൻസ് ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ कि പോകുക. छुटकारा का त्योहार. പൂരീം ഡെലിവറൻസ് ഫെസ്റ്റിവൽ കേട്ടോ. अभी पूरी हमेशा क्या कि छुटकारा का त्योहार है. പോരാ ദൈവമക്കളെ, എനിക്കൊന്ന് ഞാൻ വേറെ ആൾക്കാട്ടുള്ള ദൂതാ പറയുന്നത് मुझे इस प्रकार लगता है किसी और के लिए वाणी दे रहे हैं. യൂട്യൂബിൽ കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ദൂത് പറയുന്നത്. അവരാരെങ്കിലും സ്വത്രം അമീനോ പറയുന്നുണ്ടോ? ये यूट्यूब में क्या उनके लिए बोल रहे हैं क्या? ഹല്ലേലൂയ. അവരും ചിന്തിക്കുന്നുണ്ട് ഇത് 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 ബോംബെയിലുള്ളവർക്ക് വേണ്ടി ദൂത് പറയാൻ ചിന്തിച്ചാണ് അവരിരിക്കുന്നത്. या वो इस प्रकार सोचे मुंबई में जो रहते उनके लिए है करके. ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടി കൂടെയാ കേട്ടോ. ये दूध आप लोगों के लिए भी है. യൂട്യൂബ് കാണുന്നവർക്ക് വേണ്ടി കൂടി जो यूट्यूब देख रहे हैं उनके लिए भी. പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. आमीन बोल के स्वीकार करें യോഹന്നാൻ വെളിപ്പാട് കൊണ്ട് വെളിവരികയാ. कि यूहन्ना प्रकाशन के साथ ശത്രു बाहर आ रहा തകർക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, है. शत्रु ने अगर नाश करने की നിങ്ങൾ योजना डाला പ്രാർത്ഥിച്ചു है, തുടങ്ങിക്കോ. आप प्रार्थना करना शुरू करो. എണ്ണയിലിടും ഇടത്തിൽ നിന്നല്ല, कि तेल में डालेगा नहीं डालेगा नहीं, കൊണ്ടുപോകത്തില്ലെന്നല്ല, मौत में ले जाएगा नहीं ले जाएगा वैसे नहीं. അന്തമല്ല. आमीन आमीन. लेकिन वो तेरा നീ अंत പുറത്തു नहीं വരുമെന്ന്. है. तू बाहर आएगा. പണ്ടത്തെക്കാൾ അധികം വെളിപ്പാടോടെ, पहले से भी ज्यादा प्रकाश के പണ്ടത്തെക്കാൾ साथ, അധികം ശുശ്രൂഷയോടെ, पहले से भी ज्यादा सेवकाई के साथ, പണ്ടത്തെക്കാൾ അധികം പ്രവാചക ശുശ്രൂഷയുടെ ക്ലാരിറ്റിയോടെ, पहले से भी ज्यादा भविष्यवाणी का सेवकाई का उस क्लैरिटी के साथ. ഹല്ലേലൂയ. ഇതിന്റെ 2-3 കുറെ അധ്യായം പുറമോട്ട് 92 സങ്കീർത്തനമുണ്ട്. इससे कुछ अध्याय आगे 92 साम से പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാ. वो कह के मैं समाप्त കാരണം ഈ करता हूं. വചനം ദൈവാത്മാവ് എനിക്ക് തന്നപ്പോൾ പെട്ടെന്ന് 92 സങ്കീർത്തനം ദൈവാത്മാവ് എനിക്ക് തന്നു. ये जो वचन दिया तो वचन से 92 परमेश्वर ने दिया. കണക്ട് ചെയ്ത് തന്നു. ये दोनों कनेक्ट करके दिया. അതുകൊണ്ട് പറയാതെ നിർത്താൻ പറ്റത്തില്ല. वो बिना बोले नहीं रुक सकता. 92 സങ്കീർത്തനത്തിൽ 2 തരം മനുഷ്യരെ കാണുന്നു. 92 में 2 प्रकार के लोगों को देखता ഒരു है. കൂട്ടം മനുഷ്യർ എങ്ങനെയെന്ന് അറിയാമോ? 92 ഒരു കൂട്ടം മനുഷ്യർ അവർ ദുഷ്ടന്മാരാണ്. ദുഷ്ടന്മാരാണ്. एक जुन जो है दुष्ट लोग हैं. ദുഷ്ടന്മാർ दुष्ट लोग എങ്ങനെ തടിക്കുന്നു അവിടെ പറയുന്നത്? वो कैसे रहेंगे? അല്ലല്ല, ദുഷ്ടൻ പന പോലെ തടിക്കുന്നു അവരോട്. പിന്നെ എങ്ങനെയാണ്? നീതിമാൻ പന പോലെ തടിക്കും. പക്ഷെ അതിന്റെ മേളിൽ ദുഷ്ടൻ എങ്ങനെ തടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചേ ഏതാ വാക്യം? ഹല്ലേലൂയ. Psalms 92.
ഏഴാം വാക്യം വായിച്ചാട്ട്. ഏഴാം വാക്യം. ദുഷ്ടന്മാർ പുല്ല് പോലെ തഴയ്ക്കും. ദുഷ്ടൻ തഴയ്ക്കും അല്ലേ? ഒരു മിനിറ്റ്. അപ്പൊ ദുഷ്ടനും തഴയ്ക്കും, നീതിമാനും തഴയ്ക്കും. ഇതെന്തോ കർത്താവേ പറയുമ്പോ എന്തെങ്കിലും ഒരു അല്ലേ? ദുഷ്ടൻ എങ്ങനെ തഴയ്ക്കും? दुष्ट जो है कैसा बढ़ेंगे? പുല്ല് പോലെ തഴയ്ക്കും അല്ലേ? घास के समान. घास के समान. മലയാളത്തിൽ എങ്ങനെ? പുല്ല് പോലെ മുളയ്ക്കും അല്ലേ? घास के समान. പുല്ലിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? घास का खासियत നല്ല മഴ പെയ്ത് കഴിയുമ്പോ अच्छा जब बारिश आएगा ഒറ്റ വളർച്ചയാ കേട്ടോ. वो फटक से बढ़ता है. നമ്മൾ എന്റെ കർത്താവ് എന്തൊരു ഗ്രീനറി എന്നറിയാമോ? हम सोचे कितना अच्छा हरियाली है. ദുഷ്ടൻ ഇങ്ങനെ ഗ്രീൻ അടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഗ്രീനറി. ഹല്ലേലൂയ. ये दुष्ट का हरियाली देख के हम बोलते बहुत बड़ा हरियाली है. പക്ഷേ അവന്റെ ഗ്രീനറി നിലനിൽക്കണമെങ്കിൽ मഴ എന്നും ഉണ്ടാകണം. देखिए उसका हरा नियम रहना तो हमेशा वो बारिश गिरना है. ഇടയ്ക്കൊരു ചൂടടിച്ചാൽ അവൻ കരിഞ്ഞ ചാമ്പലായി ഇല്ലാതായി പോകും. एक बीच में गर्मी आएगा तो पूरा राख बन जाता है. നീതിമാനും തടിക്കും. न धार्मी भी फूलेंगे. പന പോലെ. വ്യത്യാസം എന്താണെന്നറിയാമോ? दोनों में फर्क क्या പന है? നിൽക്കുന്നത് മരുഭൂമിയില്ല. जो പന നിൽക്കുന്നത് മരുഭൂമിയില്ല. जो हालेलुया खजूर का वृक्ष होता है, खजूर का जो वृक्ष है वो रेगिस्तान में रहता है, मरुभूमि में रहते हैं. वो रेगिस्तान में रहता है. विशेषता क्या है? अनेक विशेषता. മഴ ഇല്ലെങ്കിലും പുള്ളി തഴച്ചു നിൽക്കും. बारिश नहीं है तो भी फूलेंगे. പുല്ല് തഴയ്ക്കുന്നത് അനുകൂല സാഹചര്യത്തില്ല. जो घास है उसका जो फेवरेबल कंडीशन में बढ़ता है. ഹലോ, പല ആളുകൾ ഇന്ന് തഴച്ചു നിൽപ്പുണ്ട് കേട്ടോ. आज बहुत सारे लोग फूल के खड़े हैं. നല്ല അനുകൂല സാഹചര്യമായതുകൊണ്ടാണ്. उनको क्या अनुकूल है അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് താഴെ പോയാൽ അവൻ ഉണങ്ങിപ്പോകും. उसको जो सपोर्ट करने वाला सरकार गिर गया तो वो सूख जाएगा. കേട്ടോ, പക്ഷെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് പുള്ളി ഇങ്ങനെ തഴച്ചു നിൽക്കുക. ഗവൺമെന്റ് താഴെ പോയാൽ പുള്ളി ഇങ്ങനെ താഴെ പോകും. गवर्नमेंट नीचे गया तो व्यक्ति भी नीचे जाएगा. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഇങ്ങനെ തങ്ങി പിടിച്ചേക്കും. കാരണം ഇവൻ പോകല്ലോ കേട്ടോ. എന്റെ തഴപ്പിന്റെ രഹസ്യം അതാണ്. इसके लिए वो क्या किया? सरकार को सपोर्ट करेंगे. सरकार जाना नहीं चाहिए. മനസ്സിലായോ? समझा कि नहीं आप? പക്ഷെ നീതിമാന്റെ പ്രശ്നം എന്താണെന്നറിയോ? लेकिन धार्मिक നീതിമാൻ ഒരുത്തന്റെ താങ്ങിന്റെ ആവശ്യമില്ല തഴയ്ക്കാൻ. धार्मिक को किसी का सपोर्ट का जरूरत नहीं है फूलने के लिए. എനിക്ക് നിനക്കും ഒരു മനുഷ്യന്റെ സഹായം വേണ്ട തഴയ്ക്കാൻ. परमेश्वर के बच्चों, तुम्हें और मुझे किसी व्यक्ति का ദൈവ मदद സഭ नहीं चाहिए. തഴയ്ക്കുമെന്ന്. आमीन. परमेश्वर कलीसिया ഏത് फूलेगा. സാഹചര്യത്തിലും തഴയ്ക്കുമെന്ന്. कोई भी अवस्था में फूलेगा. പന പോലെ തഴയ്ക്കുമെന്ന്. वो अंजीर का वृक्ष के समान കരങ്ങളെ फूलेगा. ശക്തമായി അടിച്ചാട്ടെ. हाथ ताली हाथ बजाओ. വെയിലുണ്ടെങ്കിലും തഴയ്ക്കും. कि धूप है तो भी പെർസിക്യൂഷൻ ഉണ്ടെങ്കിലും തഴയ്ക്കും. प्रोसिक्यूशन रहेगा तो भी बढ़ेगा. ഇന്ത്യൻ സഭ തഴയ്ക്കും. भारत का कलीसिया बढ़ेगा. വെയിലത്തും തഴയ്ക്കും. धूप में भी बढ़ेगा. മഴയത്തും തഴയ്ക്കും. कि बारिश में भी बढ़ेगा. സാഹചര്യം മാറിയതുകൊണ്ട് भले कोई भी अवस्था हो, നീതിമാന്റെ തഴപ്പ് നിൽക്കത്തില്ല. कि धार्मिक का बढ़ना रुकेगा नहीं. ദൈവത്തിന്റെ വചനം परमेश्वर का वचन നിങ്ങളോട് പറയുക, कहता है ലോകത്തിൽ അനുകൂല സാഹചര്യം കൊണ്ടെങ്കിലേ മനുഷ്യന് തഴച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. कि अगर अब दुनिया में अगर एक फेवरेबल कंडीशन रहेगा तो इंसान बढ़ सकता है. लेकिन जिसको वादा है പത്മോസിലും വെളിപ്പാട് കാണാം. वो पद्मोस में भी वो दर्शन देखेगा. എഗ്രി ചെയ്യുന്നുണ്ടോ? आप एग्री करते कि नहीं? ചാടി എഴുന്നേറ്റാട്ടെ. अगर है तो आप उठ जाओ. വിളിച്ചു പറഞ്ഞാട്ടെ. और पुकार के മരിക്കില്ല, ജീവനോടെ ഇരിക്കും. मैं मरेगा नहीं जीवित रहेगा. ജീവനോടെ ഇരിക്കും. मैं मरेगा नहीं जीवित रहेगा. ദേവദാസൻ പറഞ്ഞ അനുഭവ സാക്ഷ്യം ഞാൻ ഓർക്കുന്നു. एक परमेश्वर का दास ने उसके गवाही का मैं याद करता हूँ. 25ാമത്തെ വയസ്സിൽ वो अपने 25 की उम्र में ക്യാൻസർ പിടിപെട്ട उसको कैंसर हो गया. വിശ്വാസി അല്ലായിരുന്നു കേട്ടോ. वो विश्वास ही नहीं था. ഹോസ്പിറ്റലിൽ നിന്ന് തള്ളി हॉस्पिटल से बाहर फेंका. മരിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടിട്ടിരിക്കുക 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ. 25 साल की उम्र वाले को मारने के लिए घर पे डाला. സഭക്കാർ അറിഞ്ഞു कि बाजू में जो पेंटिकोस वाले ने जाना മരിക്കാറായി കിടക്കുകയാണ്. ये मरने के लिए पड़ा है. അവരങ്ങോട്ട് ചെന്നു. वो गया. അവർ ചോദിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചോട്ടെ. बोले कि हम प्रार्थना करेंगे. പ്രാർത്ഥിച്ചോ. എല്ലാവരും തള്ളിയതല്ലേ. बोले कि तुम प्रार्थना करो. सबने ठुकराया. 21 ദിവസം ഉപവാസം വെച്ചു. कलीसिया में 21 दिन का प्रार्थना रखा. സഭ ഒരു 21 ദിവസം ഉപവാസം വെച്ചു. कलीसिया में 21 दिन का प्रार्थना रखा. ഹല്ലേലൂയ. ആ ഉപവാസം നടക്കുന്നതിന്റെ മധ്യത്തിൽ वो उपवास जब चल रहा था उसी के बीच में എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സഹോദരനാ. ആ ഉപവാസം നടക്കുന്നതിന്റെ മധ്യത്തിൽ वो उपवास चल रहा तभी ഛത്തിൽ നിന്ന് മേൽക്കൂരയിൽ നിന്ന് ഒരു മൂർഖം പാമ്പ് ഇയാളുടെ നെഞ്ചത്ത് വീണു. एक जो सांप उसके छाती पे गिरा. ക്യാൻസർ പിടിച്ച് മരിക്കാൻ കിടക്കുന്നവൻ. जो कैंसर पे हुआ उसको മരണം ഇവന്റെ പുറകെയാ കേട്ടോ. मृत्यु उसके पीछे है. ഹല്ലേലൂയ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. वैसे भी घटना हुआ. ഉപവാസം കൊണ്ട് മുറുകിയപ്പോൾ उपवास जब बढ़ा സഭയിൽ ആളെല്ലാം വന്നപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ല. कि कलीसिया सब लोग आए तो बैठने को जगह नहीं. ചർച്ചക്കാരൻ എന്ത് ചെയ്തെന്നറിയാമോ? तो चर्च वाले क्या किया? ഇദ്ദേഹത്തെ സഭാ ഹാളിൽ എടുത്തോണ്ട് പോയി. तो बेड के साथ उनको कलीसिया में ले गया. അങ്ങനെ കട്ടിലോട് എടുത്തോണ്ട് അങ്ങ് പോകും. वो बेड के साथ उठा के चर्च
चर्च में ले गया, അകത്തുകൊണ്ടിട്ട് പ്രാർത്ഥിക്കുക. वहाँ जाके डाल के प्रार्थना कर. 21ാമത്തെ ദിവസം ഉപവാസം തീരുന്ന ദിവസം 21वां दिन जब उपवास खत्म हो रहा था, പാസ്റ്റർ 118ാം സങ്കീർത്തനം വായിച്ചു. कि पासवान ने भजन संहिता 118 पढ़ा. സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ जब भजन पढ़ के हुआ, ബാക്കിൽ കട്ടിലെ കിടന്ന ചെറുക്കൻ ചാടി എഴുന്നേറ്റു. वो जब खाट में पड़ा बंदा അവൻ വിളിച്ചു പറഞ്ഞു, और उठ ഞാൻ गया, മരിക്കയില്ല, मैं मरूंगा नहीं, ഞാൻ ജീവനോടെ ഇരിക്കും, मैं जीवित रहेगा, ഞാൻ യഹോവയുടെ മഹത്വത്തെ വർണ്ണിക്കും, मैं परमेश्वर की महिमा को वर्णन करूंगा. ഹല്ലേലൂയ. എല്ലാം തൊലിയുമായി മരിക്കാൻ കിടന്ന ചെറുപ്പക്കാരൻ, वो जो मरने के लिए जो पड़ा था नौजवान, ഞാൻ പിന്നെ അവനെ കാണുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ജിമ്മിൽ പോകാറുണ്ടോ, അതുപോലെ തകടയായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. उसके बाद जब पासवान ने देखा तो उसको बोला, क्या तुम जिम में जाते हो? उतना तगड़ा था. കേട്ടോ, अभी वो पासवान है, പാസ്റ്റർ കേട്ടോ, अभी वो पासवान है, മരണം വഴിമാറുമെന്ന്, कि मृत्यु हट जाएगा, പ്രാർത്ഥനയിൽ മരണം വഴിമാറുമെന്ന്, प्रार्थना में मृत्यु हट जाएगा, ഭയം വേണ്ടെന്ന്, भय जरूरत नहीं है, ലോകത്തെ ഭയപ്പെടേണ്ടെന്ന്, दुनिया को डरना नहीं है, പ്രതികൂലത്തെ ഭയപ്പെടേണ്ടെന്ന്, समस्या को डरना नहीं മനുഷ്യനെ है, ഭയപ്പെടേണ്ടെന്ന്, इंसान से डरना ഒറ്റ नहीं है, കാര്യം മതി, एक ही बस, യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ये परमेश्वर मेरे साथ है. तो മൂന്നാറിൽ വന്ന കുടുംബത്തോട് ദൈവാത്മാ പറയുക, मुन्नार से जो है कुटुंब നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പറയണം, जब आप लौट के जाते മനുഷ്യൻ कहना എന്റെ है, പക്ഷത്തില്ല, इंसान मेरे साथ ലോകം नहीं എന്റെ है, പക്ഷത്തില്ല, दुनिया मेरे साथ പക്ഷേ नहीं है, ദൈവം എന്റെ പക്ഷത്തുണ്ടെങ്കിൽ लेकिन परमेश्वर मेरे ഞാൻ साथ ആരെ है. तो പേടിക്കും? मैं किससे डरूंगा? ദൈവം കൂടെ ഉണ്ടെങ്കിൽ परमेश्वर साथ है. तो അസാധ്യമായത് സാധ്യമാകുമെന്ന് ദൈവമക്കൾ വിളിച്ചു പറഞ്ഞാട്ടെ. असंभव जो है संभव होगा. परमेश्वर बच्चों ശബ്ദം चिल्ला പാടി के कहो, കർത്താവിനെ സ്തുതിക്കാൻ പോകുക, साथ में गा के परमेश्वर धन्यवाद ശക്തമായി करेंगे, ആരാധിക്കാൻ പോകുക, सामर्थ से आराधना करेंगे. Thank you, Holy Spirit. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഓ ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഓ ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ, ഇല്ല ഇല്ല, ഓ ഇല്ല ഇല്ല ഒരിക്കലുമില്ല, വാക്കുമാറുമില്ല, ഇല്ല, ഓ ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, വാക്കുമാറുമില്ല, യേശു വാക്കുമാറുമില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഓ എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും പറഞ്ഞോട്ടെ, ഓ ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഓ ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഓ ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, എന്റെ യേശു ജീവിക്കുന്നു, ഇല്ല ഓ ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുവോ, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല അവൻ വാക്കുമാറുകില്ല, ഇല്ല 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 ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, യേശുവാക്കുമാറുകില്ല, യേശുവാക്കുമാറുകില്ല. പ്രതികൂല കാറ്റന്മേൽ ഓ എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിരച്ച് ഏവരും മാറിടിലും, ഓ പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടി
പേരില്ല എന്നു വിരിച്ച് ഏവരും അങ്ങനെ ആരെങ്കിലും പറയണമെന്ന് ഇല്ല ഇല്ല കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല യേശു അഭിമാനത്തോടെ ഓ ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഓ ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല യേശു കൂടെയുണ്ട് വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല വാക്കുമാറുമില്ല ഓ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇല്ല ഇല്ല ഒരിക്കലുമില്ല വാക്കുമാറുമില്ല വാക്കുമാറുമില്ല കുടി ഒട്ടക്കിണർ മരുഭൂമി ചെയ്തതായി ചവാളോ മരണമോ വന്നിടട്ടെ കുടി ഒട്ടക്കിണർ മരുഭൂമി ചെയ്തതായി ചവാളോ മരണമോ വന്നിടട്ടെ നിന്നോട് കൂടെയും ഞാനുണ്ട് അന്ത്യം വരെ ഓ നിന്നോട് കൂടെയും ഞാനുണ്ട് അന്ത്യം വരെ നിന്മാനമിളകാതെ നിന്മാനം പതരാതെ നിന്നോട് കൂടെയും ഞാനുണ്ട് അന്ത്യം വരെ ചങ്കടത്തീരമതി കണ്ടാസക്കേണതുപോ ഓ ചക്കിരു നേരെ വരും മന്മാനം മാറിപ്പോ ചങ്കടത്തീരമതി കണ്ടാസക്കേണതുപോ ചക്കിരു നേരെ വരും മന്മാനം മാറിപ്പോകും നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ ഒരിരു പാതയതോ കുരമശോധനയോ കുടിടും നേരമതി കുശിനിഴൽ നിരക്കാൻ ഒരിരു പാതയതോ കുരമശോധനയോ കുടിടും നേരമതി കുശിനിഴൽ നിന്മനമിളകാതെ നിന്മനം പതരാതെ അവൻ നിന്നോട് കൂടെയെത്തും ഞാനുണ്ട് അന്ത്യം വരെ അവൻ നിന്നോട് കൂടെയെത്തും ഞാനുണ്ട് അന്ത്യം വരെ അവൻ നിന്നോട് കൂടെയെത്തും ഞാനുണ്ട് അന്ത്യം വരെ നിന്നോട് കൂടെയെത്തും സങ്കീർത്തനത്തിന്റെ 118
118 സങ്കീർത്തനത്തിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് भजन संहिता 118 का जो सेंटर थीम जो है, ട്രസ്റ്റ് ഇൻ ഗോഡ്. परमेश्वर पे भरोसा रखो, ദൈവത്തിൽ ആശ്രയിക്കുക. परमेश्वर पे भरोसा रखो. ഇത് ബൈബിളിന്റെ സെൻട്രൽ സ്ക്രിപ്ചറാ കേട്ടോ. ये परमेश्वर का वचन का एकदम सेंटर, വേദപുസ്തകത്തിന്റെ സെൻട്രൽ തീമാ. परमेश्वर का वचन का ഈ एकदम വാക്യം सेंटर है. 118ന്റെ 7-8 വാക്യങ്ങൾ भजन संहिता जो 118 का 7 വേദപുസ്തകത്തിന്റെ സെൻട്രൽ പാർട്ടാ. कि भजन का एकदम सेंट्रल है. വേദപുസ്തകം എന്താ പറയുന്നത്? वचन क्या कहता है? ദൈവത്തിൽ ആശ്രയിക്കുക. परमेश्वर पे ദൈവത്തിൽ भरोसा रखो, उस पे भरोसा ശത്രു रखो. ചിതറിപ്പോകും. शत्रु चिदर ദൈവത്തിൽ जाएगा. ആശ്രയിക്കുക. परमेश्वर पे भरोसा रखो. നീതിമാന്റെ കൂടാരത്തിൽ धार्मिक के तंबू में ജയത്തിന്റെ ഘോഷം ഉണ്ടാകും. उसका तंबू में जय का ദൈവത്തിൽ ആശ്രയിക്കുക. परमेश्वर पे उम्मीद रखो. മരണം വഴിമാറിപ്പോകും. मृत्यु हट जाएगा. ദൈവത്തിൽ ആശ്രയിക്കുക. परमेश्वर पे आश्रय रखो. ഞെരുക്കത്തിൽ വിശാലത വരും. जो सीमा को बढ़ाएगा. ഞെരുക്കത്തിൽ ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് വിശാലത വരുത്തി. मैं परमेश्वर को पुकारा, उसने मेरी सीमा को യഹോവയിൽ बढ़ाया. ആശ്രയിക്കുക. यहोवा ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവൻ നിന്റെ കൈകളുടെ പ്രവർത്തികളെ സഫലമാക്കും. कि वचन से चलता है, तेरे हाथ के कामों को बढ़ाएगा. സ്വീകരിച്ചാട്ടെ. स्वीकार ഈ करो. വചനത്തിന് മുമ്പിൽ താഴ്ത്തിക്കാട്ടെ. ये वचन में समर्पण ഒന്നിച്ച് करो. പ്രാർത്ഥിക്കാം. एक साथ प्रार्थना करेंगे. കർത്താവ് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യാം. परमेश्वर ने बात किसके धन्यवाद. കർത്താവ് ഞങ്ങളെ സ്പർശിച്ചതിനായി സ്തോത്രം. परमेश्वर में स्पर्शन നീ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. प्रभु तूने हमसे बात ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ये वचन യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.